السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد صلى الله عليه وسلم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وإذ قال موسى لفتاه لا أبرح حتى أبلغ مجمع البحرين أو أمضي حقبا فلما بلغا مجمع بينهما نسيا حوتهما فاتخذ سبيله في البحر سربا فلما جاوزا قال لفتاه آتنا غداءنا لقد لقينا من سفرنا هذا نصبا قال أرأيت إذ أوينا إلى الصخرة فإني نسيت الحوت وما أنسانيه إلا الشيطان أن نذكره واتخذ سبيله في البحر عجبا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാനായ പ്രവാചകൻ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്ര യാഥാർത്ഥ്യങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയും അവന്റെ തിരുദൂതരും നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ള വിവരണങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടായ അത്ഭുതകരവും പ്രാധാന്യപൂർണവുമായ ഒരു യാത്രാ സംബന്ധമായ വിഷയങ്ങൾ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിന്റെ ഏതാണ്ട് അവസാന ഭാഗത്ത് അല്ലാഹു വളരെ വിശദമായി തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. ആ വിഷയത്തെ സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് സംസാരിക്കുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ പ്രവാചകന്മാരുടെ ജീവിത ചരിത്രങ്ങളിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ കൃത്യമായ നിലക്കുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇഖ്ലാസ് നമുക്ക് കൂടുതൽ കൂടുതൽ അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നടത്തിയ അത്ഭുതകരമായ ആ യാത്രയെ സംബന്ധിച്ച് അതിന്റെ സാഹചര്യവും സന്ദർഭവും നമ്മൾ അറിയേണ്ടതുണ്ട്. എന്താണ് സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞ മൂസാ അലൈഹിസ്സലാമിന്റെയും ഖിദ്ർ അലൈഹിസ്സലാമിന്റെയും ആ യാത്രക്കുണ്ടായ അതിന് വഴിയൊരുങ്ങിയ സംഭവവും കാരണവും എന്തായിരുന്നു? പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ അത് കൃത്യമായി തന്നെ അതിന്റെ വിവരണം എന്ന നിലക്ക് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. സഹീഹുൽ ബുഖാരിയിലും അതുപോലെ തന്നെ സഹീഹ് മുസ്ലിമിലും വളരെ കൃത്യമായ വിവരണങ്ങൾ ഇത് സംബന്ധമായി നമുക്ക് കാണുവാൻ സാധിക്കും. ആയത്തിലില്ലാത്ത വിഷയങ്ങൾ ഹദീസിലൂടെ നമുക്ക് അതിന്റെ വ്യാഖ്യാനമായി പറയാനും മനസ്സിലാക്കുവാനും സാധിക്കുന്നു എന്നത് അള്ളാഹു നമുക്ക് ചെയ്തു തന്നിട്ടുള്ള ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്.
മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ യാത്രയെ സംബന്ധിച്ച് നമുക്ക് വിവരിച്ചു തരികയാണ്. സഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസിലും മുസ്ലിമിലുള്ള ഹദീസിലും ഒക്കെയായി അത് പരന്നു കിടക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാർക്ക് അത് വിവരിച്ചു കൊടുക്കുകയാണ്. മൂസ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദക്കറന്നാസ യൗമൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിവരിച്ചു തരാണ്. ദക്കറന്നാസ യൗമൻ, ഒരു ദിവസം അദ്ദേഹം ജനങ്ങൾക്ക് ഉത്ബോധനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളോടൊരിക്കൽ മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ അനുയായികളോട് പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പ്രസംഗത്തിന്റെ വിഷയം എന്തായിരുന്നു? അത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. യുദക്കിറുഹും ബി അയ്യാമില്ലാഹ് വ അയ്യാമുല്ലാഹ് നിഅമാഉഹു വ ബലാഉഹു. അല്ലാഹു നമുക്ക് ചെയ്തു തന്നിട്ടുള്ള ധാരാളക്കണക്കിന് അനുഗ്രഹങ്ങൾ ഓർക്കാൻ, അതില്ലെങ്കിൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് വരാനുള്ള പരീക്ഷണങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ, അങ്ങനെ നമ്മുടെ കടമകളും കടപ്പാടുകളും വളരെ കൃത്യമായി മനസ്സിലാക്കുവാൻ ഉതകുന്ന നിലക്ക് തന്റെ സമൂഹത്തിന് മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രസംഗത്തിൽ പറഞ്ഞ വിഷയങ്ങളുടെ ഗൗരവം അത് കേട്ട കേൾവിക്കാര് പറയുകയാണ്, ഹത്താ ഇദാ ഫാദത്തിൽ ഉയൂൻ, ഞങ്ങളുടെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ഹൃദ്യമായിരുന്നു ആ പ്രസംഗം, ഞങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. വറഖത്തിൽ ഖുലൂബ്, ഹൃദയങ്ങളൊക്കെ വല്ലാതെ പേടിച്ച് വളരെ നിർമ്മലമായ വിനീതരായ ഒരു ഹൃദയത്തിന്റെ ആളുകളായി ഞങ്ങൾ. അത്രയും ഘനഗംഭീരമായ ഭക്തിസാന്ദ്രമായ ഒരു പ്രഭാഷണമാണ് മൂസ നബി അലൈഹിസ്സലാം ആ ജനതയിൽ നിർവഹിച്ചത്. ആ പ്രസംഗത്തിന്റെ ശേഷം വല്ല മൂസ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് തിരിഞ്ഞു നടക്കുമ്പോൾ ഫഅദ്റകഹു റജുലുൻ, ഒരാള് പിന്നാലെ കൂടി, പ്രസംഗം ശ്രവിച്ച ഒരാള് മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിന്നാലെ കൂടിയിട്ട് ചോദിച്ചു, ഐ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഹൽ ഫിൽ അർദി അഹദുൻ അഅലമു മിൻക, ഈ ഭൂമിയിൽ താങ്കളെക്കാൾ വിവരമുള്ള വല്ല ആളുകളും ഇന്നുണ്ടോ? നിങ്ങളെക്കാൾ നല്ല അറിവുള്ള ഏതെങ്കിലും ആളുകൾ? കാരണം ആ പ്രസംഗം കേട്ട ആ വ്യക്തിക്ക് തോന്നി ഇതുപോലത്തെ ഇൽമുള്ള ഒരു പ്രസംഗം വേറെ ഇല്ല. അതുകൊണ്ട് അദ്ദേഹം പിന്നാലെ കൂടി ചോദിക്കാണ്, താങ്കളെക്കാൾ വിവരമുള്ള ഇൽമുള്ള ഏതെങ്കിലും ആളുകൾ ഈ ഭൂമുഖത്തുണ്ടോ? മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഉള്ളതല്ലേ പറയാൻ കഴിയും. അന്ന് ലോകത്ത് അദ്ദേഹത്തിന്റെ അറിവിൽ അദ്ദേഹത്തെ പോലെ ഒരു പ്രവാചകനായിട്ടോ അതല്ലെങ്കിൽ ഒരു അറിവുള്ള ഒരാളായിട്ടോ വേറെ ഒരാളില്ല. അതുകൊണ്ട് തന്നെ മഹാനവറുകൾ പറഞ്ഞില്ല, ആരുമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഫഉതിബ അലൈഹി, അദ്ദേഹത്തിന് അത് ആക്ഷേപിക്കേണ്ട കാര്യമായി സംഭവിച്ചു കഴിഞ്ഞു. കാരണം ഇത് ലം യറുദ്ദൽ ഇൽമ ഇലല്ലാഹ്, അല്ലാഹു അഅലം എന്ന് പറയേണ്ടതിന് പകരം അദ്ദേഹം എന്തു ചെയ്തു? അത് അല്ലാഹുവിലേക്ക് അതിന്റെ അറിവ് അറിയുക എന്ന് മടക്കപ്പെടേണ്ടതിന് പകരം ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് വഹി കൊടുക്കുകയാണ്, ബല, ഉണ്ട് മൂസ, നീ പറഞ്ഞത് ശരിയായില്ല, ഭൂമിയിൽ നിന്നേക്കാൾ വിവരമുള്ളവരുണ്ട്. ആഹാ, അപ്പൊ ഉടനെ തന്നെ മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ച് അള്ളാഹിനോട് ചോദിക്കല്ല, ആഹാ എന്നെക്കാണ് വിവരമുള്ളവരുണ്ടോ? അങ്ങനെ ഉണ്ടെന്നോ? ഏയ് അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞില്ല. കാരണം അത് കിബിറിന്റെ ലക്ഷണമാണ്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം കിബിറുള്ളയാളല്ല. അദ്ദേഹത്തിന്റെ ആ അറിവനുസരിച്ച് ഇപ്പൊ നിലവിൽ തന്നെ പോലെ ഇൽമുള്ള ഒരാളില്ല എന്നതാണ് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ആ വിഷയത്തിൽ അദ്ദേഹം അല്ലാഹു അഅലം എന്നായിരുന്നു പൂർണ്ണാർത്ഥത്തിൽ പറയേണ്ടിയിരുന്നതെങ്കിലും ഒരു തെറ്റല്ലാത്ത നിലയ്ക്ക് ഇല്ല, എന്റെ അറിവിലില്ല എന്ന അർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞപ്പോ ഉടനെ അല്ലാഹു തിരുത്തി, ഉണ്ട് മൂസ, ബല, ഉണ്ട്, നിന്നേക്കാൾ അറിവുള്ളവർ ഉണ്ട്. വിനീതനാണ് മൂസ നബി അലൈഹിസ്സലാം എന്നതിന്റെ ലക്ഷണം എന്താ? അത് കേട്ട പാടെ അദ്ദേഹം ചോദിക്കണം, ഐ റബ്ബി ഫഅൈന, അല്ലാഹുവേ എങ്കിൽ അയാൾ എവിടെയാണ്?
എങ്കിൽ എവിടെയാണ് ആ മഹാനായ വ്യക്തിത്വം ഉള്ളത്? ഖാല, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ബിമജ്മഇൽ ബഹ്റൈൻ, രണ്ട് സമുദ്രങ്ങളുടെ സംഗമ സ്ഥലമായ ഒരു സ്ഥലമുണ്ട്, പ്രദേശമുണ്ട്. അവിടെ രണ്ട് ബഹറുകൾ, രണ്ട് സമുദ്രങ്ങൾ സംഗമിക്കുന്നുണ്ട്. അവിടെ ഒരാളുണ്ട്. അപ്പൊ മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആവേശമായി. അദ്ദേഹത്തിന്റെ മനസ്സിൽ വല്ലാത്ത ആകാംക്ഷയായി. ഖാല, അദ്ദേഹം ചോദിച്ചു, ഐ റബ്ബി, എന്റെ റബ്ബേ, ഇജ്അൽ ലീ അലമൻ അഅലമു ദാലിക മിൻഹു, എനിക്കൊരു അടയാളം പറഞ്ഞു തരോ, എനിക്ക് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്താൻ. ആ പ്രദേശം എനിക്ക് അറിഞ്ഞൂടാ, ആ പ്രദേശത്തേക്ക് എനിക്ക് എത്തണം, അവിടെ പോയിട്ട് അദ്ദേഹത്തിൽ നിന്ന് ഇൽമു സ്വീകരിക്കണം. അങ്ങനെ അവിടേക്ക് എനിക്ക് പോകുമ്പോൾ എനിക്ക് ആ സ്ഥലം മനസ്സിലാകാൻ എനിക്കൊരു അടയാളം നിശ്ചയിച്ചു തരുമോ? അല്ലാഹുവിനോട് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അപേക്ഷ. ഖാല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഖുദ് ഹൂതൻ മയ്യിതൻ, നീ ഒരു മത്സ്യത്തെ നീ എടുക്കണം. ഒരു മത്സ്യത്തെ കൂടെ കൊണ്ടുപോകാൻ പറയണം. അത് വേറെ റിപ്പോർട്ടിൽ കാണാം, മയ്യിതൻ, ജീവല്ലാത്തൊരു മത്സ്യം. എന്നിട്ട് അതിന് ഒരു സ്ഥലത്തെത്തുമ്പോ അത് പെടഞ്ഞ് അതിന് ജീവൻ വെച്ചിട്ട് അത് ചാടിപ്പോകും. അവിടെ എത്തുമ്പോ ഹൈസു യുഫാരിഖുകൽ ഹൂത്, ആ മത്സ്യം എവിടെ നിന്നോട് വിട പറഞ്ഞു പോകുന്നുവോ അവിടെയാണ് അദ്ദേഹം ഉണ്ടാവുക. അതാണ് അടയാളം. വേറെ ചില റിപ്പോർട്ടിൽ, ഇമാം മുസ്ലിം റിപ്പോർട്ട് ഇതിൽ കാണാം, ഹൂതൻ മാലിഹൻ, ഉപ്പ് തേച്ച മത്സ്യം, കേടുവരാതിരിക്കാൻ. അപ്പൊ അങ്ങനെ ഒരു മത്സ്യത്തെ നീ കരുതിക്കോ. അത് എവിടെ വെച്ച് നിന്നിൽ നിന്ന് പിടഞ്ഞു ജീവൻ വെച്ച് നഷ്ടപ്പെട്ടു പോകുന്നുവോ അവിടെയാണ് ആ വ്യക്തിത്വം ഉണ്ടാവുക. അതെന്നെ അടയാളം, അത് തന്നെയാണ് അടയാളം. അങ്ങനെ മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ സംഭവത്തെ പറ്റി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു തരികയാണ്. ഫഅഖദ ഹൂതൻ ഫജഅലഹു ഫീ മിക്തലിൻ ഫഖാല ലിഫതാഹു ലാ ഉകല്ലിഫുക ഇല്ലാ അൻ തുഖ്ബിറനി ബിഹൈസു യുഫാരിഖുകൽ ഹൂത്. അങ്ങനെ മഹാനായ മൂസ അലൈഹിസ്സലാം ഒരു മത്സ്യത്തെ എടുത്തു, എന്നിട്ടതൊരു കൊട്ടയിലാക്കി. മിക്തൽ എന്ന് പറഞ്ഞാൽ കൊട്ട എന്നാണ്, ഓല കൊണ്ടോ മറ്റോ മെടഞ്ഞിട്ടുള്ള ഒരു കൊട്ട. ആ കൊട്ടയിൽ ആ മത്സ്യത്തെ വെച്ചു. എന്നിട്ട് ഫഖാല ലിഫതാ, ദീർഘമേറിയ ഒരു യാത്രക്ക് പോവുകയല്ലേ, ഒറ്റക്ക് പോകാനാവില്ലല്ലോ, അതുകൊണ്ട് ഒരു ഭൃത്യനായ ഒരു സഹായിയായ ഒരാളെയും കൂടെ കൂട്ടുന്നു. ഹദീസുകളിൽ കാണാം, ഈ യുവാവ്, ഈ ചെറുപ്പക്കാരൻ, ഈ ബാല്യക്കാരൻ, അതല്ലെങ്കിൽ ഈ ഭൃത്യൻ എന്ന് പറയുന്നത് ആരാണ്? മഹാനായ യൂശ ഇബ്നു നൂൻ അലൈഹിസ്സലാം. പരിശുദ്ധ ഖുർആനിൽ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മറ്റു ചില ഹദീസുകളിലൂടെ പേര് പറയപ്പെട്ട മറ്റൊരു പ്രവാചകനാണ് യൂശ അലൈഹിസ്സലാം. യൂശ ഇബ്നു നൂൻ, നൂനിന്റെ മകനായ യൂശ അലൈഹിസ്സലാം ആ നബിയെയാണ് കൂടെ കൂട്ടുന്നത്. അതാണ് കൂടെയുള്ള യാത്രക്കാരൻ. അങ്ങനെ മൂസ അലൈഹിസ്സലാം ഈ യൂശ പ്രവാചകനോട്, യൂശ അലൈഹിസ്സലാമിനോട് പറയുകയാണ്, യാത്ര പുറപ്പെടുമ്പോൾ, ലാ ഉകല്ലിഫുക, നിന്നോട് ഞാൻ നിർബന്ധിക്കുന്നില്ല, ഇല്ലാ അൻ തുഖ്ബിറനി ബിഹൈസു യുഫാരിഖുകൽ ഹൂത്, നീയാണ് മത്സ്യത്തെ ശ്രദ്ധിക്കേണ്ടത്. ആ മത്സ്യം എവിടെ വെച്ചാണോ നിന്നോട് വിട പറയുന്നതെങ്കിൽ, ആ സ്ഥലത്ത് എവിടെ വെച്ചാണോ അത് നഷ്ടപ്പെടുന്നതെങ്കിൽ ഉടനെ നീ എന്നോട് വിവരം പറയണേ. ആ സമയത്ത് യൂശ അലൈഹിസ്സലാം തിരിച്ചു പറഞ്ഞു, മാ കല്ലഫ്ത കസീറൻ ഫദാലിക ഖൗലുഹു ജല്ല വദിക്റുഹു, മാ കല്ലഫ്ത കസീറാ, അധികരിച്ച ഉത്തരവാദിത്തമൊന്നും നിങ്ങൾ എന്നെ ഏൽപ്പിച്ചിട്ടില്ലല്ലോ. അത് പ്രശ്നമല്ല, ഇത്രയല്ലേ ഉള്ളൂ. ഇത് എവിടെ നിന്ന് നഷ്ടപ്പെടുന്നു അവിടെയാ നിങ്ങളോട് വിവരം പറയണമെന്നല്ലേ. അതിപ്പോ ഒരു വലിയ പ്രയാസമുള്ള സംഗതിയല്ല, അത് ഞാൻ ഏറ്റു. അതാണ് മാ കല്ലഫ്ത കസീറ, വലിയ ബുദ്ധിമുട്ടുള്ള സംഗതി ഒന്നും അല്ലല്ലോ. നമ്മൾ ഒന്നിച്ചു പോവല്ലേ, ഇത് എവിടെ വെച്ച് നഷ്ടമാകുന്നു ഞങ്ങളോട് പറഞ്ഞോളാം. ഇതാണ് ഈ യൂശ അലൈഹിസ്സലാം പറയുന്നത്. അതിനെ സംബന്ധിച്ചാണ് വിശുദ്ധ ഖുർആൻ ആ സംഭവം അവിടെ മുതൽക്ക് പറഞ്ഞു തുടങ്ങുകയാണ്. വഇദ് ഖാല മൂസാ ലിഫതാഹു ലാ അബ്റഹു ഹത്താ അബ്ലുഗ മജ്മഅൽ ബഹ്റൈനി ഔ അംദിയ ഹുഖബാ. വഇദ് ഖാല മൂസാ, മൂസ പറഞ്ഞ സന്ദർഭം അല്ലാഹു പറയുന്നു. ഈ ആയത്ത് മുതൽക്കാണ് സൂറത്തുൽ കഹ്ഫിൽ ഈ സംഭവം പറഞ്ഞു തുടങ്ങുന്നത്.
വഇദ് ഖാല മൂസ, മൂസ പറഞ്ഞ സന്ദർഭം ലിഫതാഹു, തന്റെ ഭൃത്യനോട്, ലാ അബ്റഹു, ഞാൻ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും, ഹത്താ അബ്ലുഗ മജ്മഉൽ ബഹ്റൈൻ, മജ്മഉൽ ബഹ്റൈൻ എന്ന സ്ഥലത്ത്, രണ്ട് സമുദ്രങ്ങളുടെ സംഗമവേദിയായ മജ്മഉൽ ബഹ്റൈനിൽ ഞാൻ എത്തുന്നത് വരെ യാത്ര പോയിക്കൊണ്ടിരിക്കും. ഔ അംദിയ ഹുഖബാ, അതല്ലെങ്കിൽ ദീർഘകാലം ഞാൻ നടക്കും. അവിടെ എപ്പോ എത്തുന്നോ എനിക്ക് പ്രശ്നമല്ല. എത്ര ദൂരം താണ്ടേണ്ടി വന്നാലും, എത്ര കാലഘട്ടം അതിന് ചെലവഴിക്കേണ്ടി വന്നാലും, ഹുഖബൻ, യുഗങ്ങളോളം ദീർഘകാലം ഞാൻ നടക്കേണ്ടി വന്നാലും, ഞാൻ അവിടെ എത്തുവോളം യാത്ര പോയിക്കൊണ്ടിരിക്കും എന്ന് വളരെ കൃത്യമായി കൂടെയുള്ള യൂശ അലൈഹിസ്സലാമിനോട് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു. അങ്ങനെ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇൽമിനോടുള്ള ആ തൃഷ്ണ, ഇൽമിനോടുള്ള ആഗ്രഹം, ഇൽമ് വേറൊരു സ്ഥലത്തുണ്ട്, എന്നേക്കാൾ വിവരമുള്ള, എനിക്കറിയാത്ത ഇൽമുള്ള വേറൊരാളുണ്ട് എന്ന് അള്ളാഹു അറിയിച്ചു കൊടുത്തപ്പോ ആ മനസ്സിന്റെ ഒരു ഉത്സാഹവും മനസ്സിന്റെ ഒരു ഉന്മേഷവും, ഒരു സ്ഥലത്ത് പോയാൽ ഇൽമു കിട്ടുമെന്ന് കണ്ടപ്പോ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉടനെ അള്ളാഹിനോട് പറയാം, ഐ റബ്ബി ഫഅൈൻ, എവിടെയാ റബ്ബേ അത്, എവിടെയാ അത്, ഞാൻ റെഡി. എന്താ അവിടെ എത്താനുള്ള അടയാളം എന്താണ്, ഏതാണ് ആ ഏരിയ, ഏതാണ് ആ പ്രദേശം, ലൊക്കേഷൻ ഏതാ ഒക്കെ ചോദിച്ചറിയാം. ഒരുപാട് പോണം, ശരി, കൂടെ ആളെ കൂട്ടുകയാണ്, സഹായിയായി ആളെ കൂട്ടി, അടയാളങ്ങൾ ചോദിച്ചറിഞ്ഞു, കൃത്യമായി അവിടെ എത്താനുള്ള വഴികൾ ചോദിച്ചറിഞ്ഞു. കൂടെയുള്ള ആളോട് പറഞ്ഞു, ദീർഘമേറിയ യാത്രയായിരിക്കും, നമുക്ക് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ള മജ്മഉൽ ബഹ്റൈൻ അവിടെ എത്തേണ്ടതുണ്ട്, മജ്മഉൽ ബഹ്റൈനിൽ എത്തേണ്ടതുണ്ട്. അതിന് ദീർഘമേറിയ യാത്ര പോകേണ്ടി വന്നാലും നടക്കേണ്ടി വന്നാലും ഒരുങ്ങിക്കോളണം എന്ന് മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൂടെയുള്ള ഭൃത്യനോട് പറയുകയാണ്. ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാരെല്ലാം കൃത്യമായി പറയുകയാണ്, ഇൽമിന് ഇത്രത്തോളം ബഹുമാനം കൽപ്പിച്ചവരാണ് നമ്മുടെ മുൻഗാമികളായ നേതാക്കളെന്ന് മനസ്സിലാക്കണം. ഇതൊരു സാധാരണക്കാരനായ ജാഹിലല്ല, ഇത് മഹാന്മാരായ പ്രവാചകന്മാരിൽ തന്നെ അള്ളാഹ് പ്രത്യേകം തെരഞ്ഞെടുത്തവരായ 5 നബിമാരായ ഉലുൽ അസ്ം എന്ന് അള്ളാഹു വിശേഷിപ്പിച്ച നൂഹ് അലൈഹിസ്സലാം, അതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ 5 അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഏറ്റവും മനോദാർഢ്യരായ, ഏറ്റവും മഹത്വമുള്ള അമ്പിയാക്കളുടെ കൂട്ടത്തിൽ തന്നെയും പരിശുദ്ധ ഖുർആൻ പേരെടുത്തു പറഞ്ഞ 25 നബിമാരിൽ 5 നബിമാര് വലിയ മഹത്വമുള്ളവരാണ്. ആ കൂട്ടത്തിൽ അല്ലാഹു നേരിട്ട് സംസാരിച്ചു എന്ന സ്ഥാനം കൂടിയുള്ള മൂസ അലൈഹി സ്വലാത്തു വസ്സലാമാണ് അറിവ് തേടിക്കൊണ്ട് യാത്ര പോകാൻ ഒരുങ്ങുന്നത്. അദ്ദേഹത്തിന് വേണ്ട ഇൽമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എന്നാലും തനിക്കറിയാത്തൊരു ഇൽമിഞ്ഞ് പഠിക്കാൻ ഒരാളെടുത്ത് പോകാന്ന് പറഞ്ഞപ്പോ അതിനുള്ള ഒരു ആവേശം, അതിനുവേണ്ടി യാത്ര പോകുന്നുണ്ട്. യുഗങ്ങളോടെ ഞാൻ നടക്കേണ്ടി വന്നാലും ദാ അതിന് തയ്യാറാണ്. ഒരു റൗണ്ട് അബൌട്ട് നിന്ന് അടുത്ത റൗണ്ട് അബൌട്ടിൽ ഒരു ക്ലാസ് ഉണ്ട് തന്നെ നമുക്ക് ബിസിയാണ്, നമുക്ക് തിരക്കാണ്. ഒരായത്ത് പഠിക്കാൻ വരൂ, ഒരു ഖുർആൻ ക്ലാസിന്റെ അള്ളാന്റെ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്, അവിടെ വരൂ, ഏയ് അതിപ്പോ ബിസിയാ, റോഡ് തിരക്കാ, എനിക്ക് പറ്റൂല, എനിക്ക് ഉറങ്ങണം, കൃത്യസമയത്ത് ഞാൻ ഉറങ്ങി ശീലമുള്ളതാ, ഉറക്കമൊഴിക്കാനൊന്നും എനിക്ക് പറ്റൂല. അള്ളാന്റെ മാർഗത്തിൽ ഉറക്കമിളക്കുന്ന കണ്ണുകൾക്ക് നരകം നിഷിദ്ധമാണെന്ന് അതൊക്കെ വേറെ പറയാ, ഉറക്കമൊഴിച്ചുള്ള പരിപാടിയൊന്നും എനിക്കില്ല. അതല്ലെങ്കിൽ റോഡിൽ ഇത്തിരി ട്രാഫിക് ഉണ്ട്, കുറച്ച് സമയം കഴിഞ്ഞ് ചെലവഴിക്കേണ്ടി വരും, ഒരിത്തിരി പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു, അതിനൊന്നും എനിക്ക് താല്പര്യമില്ല. താല്പര്യമുള്ള കളി കാണാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിനോ വിനോദത്തിനോ ഒക്കെ ആണെങ്കിലോ നെടുനീളം ട്രാഫിക് ജാം ആയാലും ഞാൻ ക്ഷമയോടെ നിന്ന് കൊടുക്കും. കാരണം അത് താല്പര്യമാണ്. ഒരു ഇൽമിന്റെ സദസ്സിലേക്ക് വരൂ, ഇൽമ പഠിക്കൂ എന്ന് പറഞ്ഞാൽ നമുക്ക് നേരമില്ല, നമുക്ക് താല്പര്യമില്ല. മഹാന്മാരായ പ്രവാചകന്മാരുടെയും സാലിഹീങ്ങളുടെയും പതിവായിരുന്നു ഇൽമ് തേടിക്കൊണ്ടവർ യാത്ര പോവുകയാണ്. ഇൽമിന് അറ്റമില്ല. ഇൽമ് അൽ-ഇൽമു ബഹ്റുൻ ലാ സാഹില ലഹു, അറ്റമില്ലാത്ത പാരാവാരമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതാണ്. അങ്ങനെ ഒരു സമുദ്ര സമാനമാണ് ഇൽമെന്ന് പറയുന്നത്. അത് പഠിച്ചാൽ തീരൂല.
ഏത് വലിയ ആളാണെങ്കിലും പഠിച്ചാൽ തീരൂല. അതുകൊണ്ട് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അതുവരെ തോന്നിയത് എനിക്കാണ് ഏറ്റവും ഇൽമെന്നാണ്. പക്ഷെ വേറൊരാൾക്ക് അറിയുന്നു പറഞ്ഞപ്പോ എന്നാ പോണല്ലോ, പഠിക്കണല്ലോ, കേൾക്കണല്ലോ, മനസ്സിലാക്കണല്ലോ, യാത്ര പോവുകയാണ്. നമ്മൾക്ക് 100 കൂട്ടം പ്രതിബന്ധങ്ങളാണ്. നമ്മൾ പറയും അത് ഗസ്റ്റ് വന്നു, ഗസ്റ്റ് വന്നാ ഗസ്റ്റിനെയും കൂട്ടി വരണം എന്നാ ഞാൻ പറയാറുള്ളത് സാധാരണ. ഇതൊന്നും തീരെ ജീവിതത്തിൽ കേട്ടിട്ടില്ലാത്തൊരു ഗസ്റ്റ് ആയിരിക്കും. അയാൾ വീട്ടിൽ വന്നോ, അയാളെയും കൂട്ടി ഇറങ്ങണം. നിങ്ങൾ കേട്ടിട്ടില്ലാത്തൊരു വിഷയങ്ങൾ കേൾപ്പിക്കാൻ വരണം. ഒരു ദീനിന്റെ മജ്‌ലിസ് ഉണ്ട്, നിങ്ങളും വരും. അയാളെയും കൊണ്ടുവന്നു, നമുക്ക് പുണ്യായില്ലേ? ഖുർആൻ പഠിപ്പിക്കുന്ന സദസ്സുകൾ, ഹദീസ് പഠിപ്പിക്കുന്ന സദസ്സുകൾ, ഇസ്ലാമികമായ വിജ്ഞാനം പകർന്നു തരുന്ന സദസ്സുകൾ ഏറെ ബർക്കത്തുള്ള മുബാറക്കായ മജ്‌ലിസുകളല്ലേ? പക്ഷേ നമുക്ക് താല്പര്യമുണ്ടോ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബിമാർ ഒരു ഹദീസിന് വേണ്ടി പലപ്പോഴും നിങ്ങൾ കേൾക്കാറുള്ളതാണ്, ഒരു ഹദീസ് കിട്ടാൻ വേണ്ടി 2 മാസത്തെ വഴിദൂരം യാത്ര പോയവരാണ്. ഒരു ഹദീസിന്റെ ഒരു സ്ഥലത്ത് അവിടേക്ക് എത്തണമെങ്കിൽ 1 മാസം യാത്ര ചെയ്യണം. ഒരു ഹദീസ് കിട്ടാൻ വേണ്ടി 1 മാസം അങ്ങോട്ട് പോയാൽ പിന്നെ അവിടെ അല്ലല്ലോ അവരെ വീട്, പുറപ്പെട്ട സ്ഥലത്തല്ല വീട്, തിരിച്ചെത്തും വേണ്ടേ? അപ്പൊ 2 മാസമായി. എന്താ കിട്ടിയത്? ഒരു ഹദീസ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ഒരു വാചകം സഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഹാനവറുകൾ പറയാണ്, ലൗ കുൻതു അഅലമു, അദ്ദേഹം പറയാണ്, ലൗ കുൻതു അഅലമു, ഞാനെങ്ങാനും മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ. ആരാ പറയുന്നത്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഞാനെങ്ങാനും മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ. എന്ത് മനസ്സിലാക്കുക? എന്നേക്കാൾ അറിവുള്ള ഒരാള്, അള്ളാഹുവിന്റെ കിതാബിനെ സംബന്ധിച്ച് എന്നേക്കാൾ അറിവുള്ള ഒരാള് വേറെ ഏതെങ്കിലും ഒരു പ്രദേശത്തുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ അവിടേക്ക് വാഹനം ഒരുക്കി തയ്യാറാക്കിക്കൊണ്ടെങ്കിലും ഞാൻ യാത്ര പോകുമായിരുന്നു. എത്ര പ്രയാസപ്പെട്ടാലും വേണ്ടില്ല, ഒരു വാഹനം സജ്ജീകരിച്ച് ഞാൻ അതിനു വേണ്ടി യാത്ര പോകുമായിരുന്നു എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഞാനും നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇൽമിന് അത്രത്തോളം വിലയാണ് മഹാന്മാര് കൽപ്പിച്ചത്. ഇന്ന് നമ്മുടെ വിരൽത്തുമ്പിൽ ഇൽമുണ്ട്, പക്ഷെ ആ വിരൽത്തുമ്പിലെ ഇൽമിൽ ചില അപകടങ്ങളും ഉണ്ട്. ഇൽമ് എപ്പോഴും നേടിയത് ഗുരുമുഖത്ത് നിന്നാണ്. മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഗുരുവിനെ തേടിയാണ് യാത്ര. ഗുരുമുഖത്ത് നിന്നാണ് ഇൽമു തേടുന്നത്. അതിന് വലിയ പ്രത്യേകതകളുണ്ട്. ഗുരുവില്ലാതെ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഗുരുവില്ലാതെ ഏതെങ്കിലും പുസ്തകങ്ങൾ മാത്രം ആസ്പദമാക്കി, അതല്ലെങ്കിൽ ഇന്റർനെറ്റിലൂടെയുള്ള ഇൽമ്, അതുപോലെ തന്നെ സെർച്ച് ചെയ്ത് ഞാൻ മനസ്സിലാക്കുന്ന ഇൽമ്, അതിന്റെ വ്യാഖ്യാനവും വിശദീകരണവും അത് അറിയാവുന്നവരോട് ചോദിക്കുന്ന സംവിധാനങ്ങൾ എനിക്കില്ല. ഞാനിങ്ങനെ കണ്ട ചില ഫത്വകളും ഞാൻ കണ്ട കുറെ ഇൽമുകളുണ്ട്, അത് തന്നെയാ ഇൽമ്. അതൊക്കെ മനസ്സിലാക്കിയവർ മാത്രമേ ആലിമീങ്ങളുള്ളൂ, അല്ലാത്തവരൊക്കെ ജാഹിലീങ്ങളാണ്. അതുകൊണ്ട് എവിടെയും പോകേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ എന്റെ റൂമിലിരുന്ന് ഇന്റർനെറ്റിൽ നിന്ന് അങ്ങനെ ഇൽമു പഠിച്ചോളാം, അങ്ങനെ പറയുന്നവരുണ്ട്. ഒരു ഉസ്താദിന്റെ ഒരു ഗുരുവിന്റെ ഗുരുമുഖത്ത് നിന്ന് ദീന് പഠിക്കുന്നതിൽ വല്ലാത്ത ബറക്കത്തുണ്ട്, നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ യാത്ര പോകുന്നത് വളരെ പ്രയാസപ്പെട്ടാണെന്ന് നമ്മൾ അറിയണം. ദീർഘമേറിയ അദ്ദേഹത്തിന്റെ മഹാനായ മൂസ നബി അലൈഹി സ്വലാമിന്റെ ആ പ്രയോഗം നോക്കൂ, ലാ ബറഹു, ഞാൻ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നതാണ്, എനിക്കത് പ്രശ്നമല്ല, ഞാൻ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. അല്ല എന്നോട് പറഞ്ഞ മജ്മഉൽ ബഹ്റൈനിൽ എത്തുന്നത് വരെ. ഇന്നും പാരായണം ചെയ്തില്ലേ വെള്ളിയാഴ്ച അൽ കഹ്ഫില് ആ ഗുണപാഠങ്ങൾ പഠിക്കാൻ, ഇൽമു തേടിക്കൊണ്ടുള്ള യാത്ര. നമ്മളെ മക്കളെ നമ്മൾ പഠിപ്പിച്ചോ? നമ്മുടെ മക്കൾക്ക് നമ്മൾ ഇൽമു കൊടുക്കുന്നുണ്ടോ? അവർക്ക് ഇൽമു കിട്ടാനുള്ള അവസരങ്ങളിലേക്ക് നമ്മൾ പറഞ്ഞേക്കുന്നുണ്ടോ? അതിനൊരല്പം സമയം തയ്യാറ് നമ്മൾ കാണുന്നുണ്ടോ? അതിന് നമ്മൾ അവർക്ക് കൗമാരപ്രായക്കാർ, ടീനേജേഴ്സ്, ആ പ്രായത്തിലുള്ളവർ, അല്ലാത്തവർ, യുവാക്കൾ, യുവതികൾ, പ്രായമുള്ളവർ, ഇൽമിന് പ്രായമില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മജ്‌ലിസിൽ ഇൽമു തേടി വരുന്ന ആളുകളിൽ ആബാലവൃദ്ധം ജനങ്ങളും ഉണ്ടായിരുന്നു. എത്രത്തോളം ശാന്തമായിരുന്നു ആ സദസ്സ്! ഇൽമിന്റെ സദസ്സിന്റെ ശാന്ത എത്രത്തോളമായിരുന്നു! സഹാബിമാര് പറയുന്നുണ്ട്, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വചനങ്ങളും വാക്കുകൾക്കും കാതോർക്കുമ്പോ ഞങ്ങൾ അനങ്ങാതെ ഇരിക്കും. എത്രത്തോളം ഞങ്ങളുടെ തലയിൽ, അവരുടെ തലയിൽ ഒരു പക്ഷി വന്നിരുന്നാലുള്ളത് പോലെ. ഒരു പക്ഷി ഒരാളുടെ തലയിൽ വന്നത് പാറണ്ടാണ് ഉദ്ദേശമുള്ള ആൾ എന്ത് ചെയ്യും? അങ്ങനെ നിൽക്കുക, അനങ്ങിയ പോവത്. അത്ര സൂക്ഷ്മമായി സാഗൂതം ശ്രവിക്കാറുണ്ടായിരുന്നു. നമ്മൾ ശ്രദ്ധിക്കണം.
എപ്പോഴും നമ്മുടെ സഹോദരിമാരോടൊക്കെ ഓർമ്മപ്പെടുത്താറുണ്ട്, ക്ലാസ്സുകൾക്ക് വരുമ്പോ നിങ്ങൾ കുട്ടികളെയൊക്കെ കൊണ്ടുവരും, കുട്ടികളില്ലാതെ വരാൻ പറ്റൂല, പക്ഷേ കുട്ടികളെ നിയന്ത്രിക്കണം, കൺട്രോൾ ചെയ്യണം. അള്ളാന്റെ ആയത്തോതി ഹദീസോതി വിശദീകരിക്കുന്ന ഇൽമിന്റെ സദസ്സുകളാണ്. ഇൽമിന്റെ സദസ്സുകളിൽ നിശബ്ദതയുണ്ടാകണം. നിങ്ങൾക്ക് അനുഗ്രഹം ചെയ്യപ്പെടാൻ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം, മിണ്ടാതിരിക്കണം. അവിടെ കലവലയുണ്ടാക്കിയാൽ, അവിടെ ശബ്ദകോലങ്ങൾ ഉണ്ടാക്കിയാൽ, പാർക്കിന് സമാനമായി നമ്മുടെ കുട്ടികൾ ഓടിക്കളിക്കുന്നത് നിയന്ത്രിക്കാനാവാതെ അത് കണ്ട് നമ്മൾ നോക്കിയിരുന്നാൽ, ഒരുപാട് ആളുകൾ ഈ വിജ്ഞാനത്തെ ദാഹിച്ചുകൊണ്ട് ആത്മാർത്ഥമായി വന്നിരിക്കുമ്പോൾ അവർക്കത് തടയപ്പെടുന്നതിന്റെ ഒരു ഭാഗം, അതിന്റെ ഒരു കുറ്റത്തിന് നമ്മൾ ഇരയാകുമോ എന്ന് ഭയപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് മജ്ലിസുൽ ഇൽമുകൾ വളരെ ശാന്തമായിരിക്കണം. ഇൽമു പറയുന്ന വേദികൾ വളരെ നിശബ്ദമായിരിക്കണം. അതൊക്കെ ഇൽമിന്റെ ആദാബുകളാണ്. മുഅല്ലിമിന്റെയും മുതഅല്ലിമിന്റെയും ആദാബുകൾ പണ്ഡിതന്മാർ ഒരുപാട് വിശദീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ആദാബുൽ മുതഅല്ലിം എന്ന് കൃത്യമായി തന്നെ പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങൾ എഴുതിക്കൂട്ടിയിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ, പുതുതലമുറ മറന്നുപോയ ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ. ഇൽമിന് അത്രത്തോളം മഹത്വമുണ്ട്. അതുകൊണ്ടാണ് അത് തീരില്ല, എത്ര കേട്ടാലും മനസ്സിലാവില്ല. നമ്മൾ കേട്ടത് തന്നെയായിരിക്കും കേൾക്കുന്നത്. നമ്മൾ സൂറത്തുൽ കഹ്ഫിലെ ഈ കഥ എത്ര കാലമായി കേൾക്കുന്നു, പക്ഷെ ഓരോ തവണയും അള്ളാന്റെ ഖുർആനിന് ഒരു പ്രത്യേകതയുണ്ട്. അത് പലതവണ കേൾക്കുമ്പോഴും എന്തെങ്കിലും ഒന്ന് പുതിയതായി നമുക്ക് പഠിക്കാൻ കഴിയുന്നു. മഹാനായ ലോകം കണ്ട ഏറ്റവും മഹാനായ ഇൽമുള്ള വ്യക്തിത്വമായിരുന്നില്ലേ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ആ നബി തങ്ങളോട് പോലും അള്ളാഹുവിന്റെ നിർദ്ദേശം എന്താണ്? വഖുർ റബ്ബി സിദ്നി ഇൽമ. പറയൂ പ്രവാചകരെ, റബ്ബി സിദ്നി ഇൽമ എന്ന് പറയൂ. എന്താ ഇതിനർത്ഥം? റബ്ബി, എന്റെ രക്ഷിതാവേ, സിദ്നി, നീ എനിക്ക് വർദ്ധിപ്പിച്ചു തരണേ, ഇൽമ വർദ്ധിപ്പിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കൂ പ്രവാചകരെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതനായ അറിവുള്ള വ്യക്തിത്വമായ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇൽമ് വളരെ കൃത്യമായി അതിനൊരു ബഹുമാനം കൊടുക്കണം. ഇൽമ് ഏറ്റവും വിലപ്പെട്ട ഒരു സംഗതിയാണ്. അത് മനുഷ്യന്റെ പരലോകത്തിന്റെ വിജയത്തിന്റെ മാനദണ്ഡമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത് ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം. എല്ലാ മുസ്ലിമിനും നിർബന്ധമായ സംഗതിയാണ് ഇൽമു തേടൽ. കാരണം എന്താണ്? മറ്റുള്ള ഇൽമുകളൊക്കെ മരണം വരെ, ഈ ഇൽമ് മരണാനന്തരമാണ് അതിന്റെ പ്രവർത്തനങ്ങളുടെ ഫലം കണ്ടു തുടങ്ങുന്നത്. സയൻസ് പഠിച്ചു, ടെക്നോളജി പഠിച്ചു, സംവിധാനങ്ങൾ പഠിച്ചു, ഒക്കെ ഈ ദുനിയാവിലെ ജീവിതത്തിന് ആവശ്യം തന്നെ. പക്ഷെ അതല്ല ആത്യന്തികമായി നമ്മുടെ ലക്ഷ്യം, അതല്ലല്ലോ. മറ്റൊരു ലോകത്തേക്കാണ് പോകാനുള്ളത്. അതിന്റെയൊക്കെ ഉപകാരങ്ങൾ മരണം വരെ. പലപ്പോഴും നമ്മൾ പഠിച്ച ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ഇന്ന് വരെ തൊടേണ്ടി പോലും വന്നിട്ടില്ലാത്ത ഒരുപാട് നമ്മൾ പഠിച്ച് എഴുതി തള്ളിപ്പോയി. എന്തൊക്കെ നമ്മൾ പഠിച്ചുപോയി, ജീവിതത്തിൽ വല്ലതും ഉപകരിച്ചു. എന്നാൽ നമ്മൾ മദ്രസയിലേക്ക് നമ്മുടെ ഉപ്പ കൈപിടിച്ച് നമ്മെ കൊണ്ടുപോയി ആ 4-ാമത്തെ വയസ്സിൽ 5-ാമത്തെ വയസ്സിൽ ഉസ്താദിനെ ഏൽപ്പിച്ചു കൊടുത്തത് മുതൽ പഠിപ്പിക്കപ്പെട്ട ദീനിയാത്തും അമലിയാത്തും അന്ന് തുടങ്ങിയതാ ഇന്നും നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. മരണം വരെ അത് നിർവഹിക്കും. മരണാനന്തരം ഖബറിൽ അതിന്റെ ഫലം കാണും, മഹ്ശറിൽ അതിന്റെ പ്രതിഫലം കാണും. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹു വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹു. ആരണത്തൂക്കം നന്മ ചെയ്തോ അത് കാണും, ആരണത്തൂക്കം നന്മ ചെയ്തോ അത് കാണും. അതാണ് ഇൽമിന്റെ മഹത്വം. ഇത് മറന്നു പോകരുത്, ഇതൊരിക്കലും മറന്നു പോകരുത്. അതുകൊണ്ട് കിട്ടാവുന്നിടത്തോളം ഇൽമ് പഠിച്ചുകൊണ്ടേയിരിക്കണം. നാഫിയായ ഇൽമിന് വേണ്ടി തേടിക്കൊണ്ടേയിരിക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിആ, ഉപകാരപ്രദമായ അറിവിനെ നിന്നോട് ഞാൻ ചോദിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാൻ പഠിപ്പിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ, ഒരു പ്രയോജനവും എനിക്ക് ചെയ്യാത്ത അറിവ് എനിക്ക് വേണ്ട റബ്ബേ, അതിൽ നിന്ന് നിന്നോട് ഞാൻ ശരണം തേടുന്നു, കാവൽ ചോദിക്കുന്നു, അഭയം തേടുന്നു എന്നും പ്രാർത്ഥിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി. അതുകൊണ്ട് നാഫിയായി തീരുന്നത് എപ്പോഴാണ്? ഒരു ഇൽമ് പഠിച്ച ഇൽമ അനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ്. അതും നമ്മൾ മനസ്സിലാക്കുക. നമുക്കൊരറിവ് നേടി അത് നമുക്ക് ഉപകരിച്ചാലേ നമ്മൾ അതിനെക്കുറിച്ചുള്ള ആലിമാണെന്ന് പറയുകയുള്ളൂ. ഇല്ലെങ്കിൽ അത് അറിഞ്ഞിട്ടില്ലാത്ത ജാഹിലും ഞാനും തുല്യൻ തന്നെയാണ്. ഞാൻ പഠിച്ചു, അയാൾ പഠിച്ചില്ല, അയാൾ പഠിക്കാതെ നടക്കുന്നു, ഞാൻ പഠിച്ചിട്ട് തെറ്റ് ചെയ്യുന്നു, ഒരു പ്രത്യേകതയുമില്ല. ഒരു വേള പഠിച്ച ഞാൻ കൂടുതൽ കുറ്റക്കാരനായി മാറുന്നു.
എന്നാൽ പഠിക്കാതിരിക്കാൻ നിർവാഹമുണ്ടോ? ഇല്ല. പഠനത്തെ സംബന്ധിച്ച് ചോദ്യമുണ്ട് അവിടെ. നീ എന്തു പഠിച്ചു, എന്താമൽ ചെയ്തു? അതാണ് ഇൽമിനെ കുറിച്ച് മഹ്ശറിലുള്ള ചോദ്യം. 4 കാര്യങ്ങളെ കുറിച്ച് ചോദ്യമുണ്ടെന്ന് പറഞ്ഞെടുത്ത് ഒരാൾ നേടിയ അറിവിനെ കുറിച്ച് ചോദിക്കപ്പെടും. എന്താണ് അറിവിനെ കുറിച്ച് ചോദിക്കുക? എന്താണ് അറിവ്, എന്തിനാണ് അറിവ്? അതാണ് അവിടുത്തെ ചോദ്യം. മാദാ അമില ബിഹി, നീ ആ ഇൽമു കൊണ്ട് എന്താണ് കർമ്മം ചെയ്തത്? ചോദ്യം അതാണ്. അപ്പൊ ഇൽമിന്റെ ഉദ്ദേശം എന്താണ്? അമലാണ്. അമലാണ് ഇൽമിന്റെ ഉദ്ദേശം. അമല് ചെയ്യാതെ വെറുതെ സർട്ടിഫിക്കറ്റും ഇൽമും ഒരുപാടുണ്ടായിട്ടൊന്നും പ്രയോജനമല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മഹാനായ പ്രവാചകൻ, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വിവരം കിട്ടി ഇൽമുള്ള ഒരാളുണ്ട് ദൂരെ ഒരു പ്രദേശത്ത്. ഉടനെ അതിനുള്ള വഴി അന്വേഷിച്ച് ഏരിയ ചോദിച്ചറിഞ്ഞ് കൃത്യമായി തന്നെ അതിനുവേണ്ടി യാത്ര പുറപ്പെട്ടു എന്നതിൽ നമുക്ക് ഗുണപാഠമുണ്ട്. അതുകൊണ്ട് ദീന് പഠിക്കാൻ വേണ്ടി ഇറങ്ങുന്ന ഇറക്കവും അതിന് നിങ്ങൾ സഹിക്കുന്ന ട്രാഫിക് ജാമും അതിന്റെ പേരിൽ നിങ്ങൾ ചെലവഴിക്കുന്ന സമയവും നിങ്ങൾക്ക് തങ്കമാണ്, പൊന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഖലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. ആരെങ്കിലും ഒരു വഴിയിലേക്ക് പ്രവേശിച്ചാൽ എന്താണ് ആ വഴിയിൽ ഇറങ്ങിയതിന്റെ അവന്റെ ഉദ്ദേശം? അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് അവന് പഠിക്കാനാണ് അവന്റെ ഉദ്ദേശമെങ്കിൽ സഖലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്കുള്ള വഴി അള്ളാഹു അവന് എളുപ്പമാക്കി കൊടുക്കും. അള്ളാഹു നമ്മെ അതിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇത് ഇൽമിന്റെ മഹാത്മ്യമാണ്. ഈ ഇൽമു നേടിയ ആളുകൾക്കാണ് അള്ളാഹുവിന്റെ അടുക്കൽ അത്യുന്നതമായ പദവിയുള്ളത്. അള്ളാഹുവിനെ ഭയപ്പെടുവാൻ അവർക്ക് കഴിയൂ എന്നാണ് അള്ളാഹു തആല പറയുന്നത്. അതൊക്കെ ശരിയായ ഇൽമു നേടിയവർക്കാണ്. അതുകൊണ്ട് ഉപകാരപ്രദവും ശരിയുമായ ഇൽമു നേടിയെടുക്കുന്ന കാര്യത്തിൽ പിശുക്ക് കാണിക്കരുതേ, അതിൽ അമാന്തം കാണിക്കരുതേ, അതിൽ അലസതയുണ്ടാകരുതേ എന്ന് എന്നോടും എന്റെ ശ്രോതാക്കളോട് മുഴുവനും വളരെ വിനീതമായി തന്നെ ഉണർത്തുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ഭൃത്യനോട് പറയാണ്, യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുമ്പോൾ യുഗങ്ങളോളം ദീർഘകാലം ഞാൻ നടക്കേണ്ടി വന്നാലും ഞാൻ നടക്കുക ചെയ്യും, പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഭൃത്യനോട് പറയാണ്, ഫലാവരെ സംബന്ധിച്ച ആ രണ്ടാളുടെ യാത്രയെ പറ്റി പിന്നെ അള്ളാഹ് പറയുന്നത് എന്താ? ഫലമ്മാ ബലഗാ മജ്മഅ ബൈനിഹിമാ നസിയാ ഹൂതഹുമാ ഫത്തഖദ സബീലഹു ഫിൽ ബഹരി സറബാ. ഫലമ്മാ ബലഗാ, അവർ രണ്ടാളും എത്തിച്ചേർന്നപ്പോൾ, മൂസാ നബിയും ഭൃത്യനും എത്തിച്ചേർന്നപ്പോൾ, മജ്മഅ ബൈനിഹിമാ, ആ രണ്ട് സമുദ്രങ്ങളുടെ സംഗമ സ്ഥലത്ത് എത്തിച്ചേർന്നപ്പോൾ, നസിയാ ഹൂതഹുമാ, രണ്ടാളുടെയും കൂടെയുള്ള മത്സ്യത്തിന്റെ കാര്യം രണ്ടാളും മറന്നു. ഫത്തഖദ സബീലഹു ഫിൽ ബഹരി സറബാ, ആ മത്സ്യം അത് സമുദ്രത്തിലേക്ക് ചാടിപ്പോയി. എന്നിട്ടത് പോയ വഴി ഒരു തുരങ്കം പോലെയായി, ഒരു മാളം പോലെ അത് ചാടിപ്പോയ സ്ഥലം. വെള്ളത്തിന്റെ ഒഴുക്കും അതിന്റെ ആ ചലനം അവിടെ നിൽക്കുകയാണ്. ഇതങ്ങോട്ട് പോയ സ്ഥലം ഒരു ഭാഗം ഒരു മാളമായി, ഒരു സറബായി, ഒരു തുരങ്കമായി രൂപാന്തരപ്പെടും. അത് വിശദീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അതിന്റെ ഒരു വിശദ രൂപം. ഹത്താ ഇദാ അതയ അസ്സഖറ, രണ്ടാളും ഇങ്ങനെ ഈ മത്സ്യത്തിന്റെ കൊട്ടയുമായിട്ട് ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കെ ഒരു പാറക്കെട്ടിൽ അവർ എത്തിച്ചേർന്നു രണ്ടാളും. അങ്ങനെ ആ പാറക്കെട്ടിൽ എത്തിയപ്പോ, ഒരു പാറയുള്ള പ്രദേശത്ത് അവർ എത്തിയപ്പോ, രണ്ടാളും യാത്രാ ക്ഷീണമുള്ളവരാണ്. അവർ രണ്ടാളും ഒന്ന് തലചായ്ച്ച് കിടന്നുറങ്ങി. ആ സമയത്തതാ യൂശഅ അലൈഹിസ്സലാം പെട്ടെന്ന് ഉണർന്നു നോക്കുമ്പോ മൂസ നബി അലൈഹിസ്സലാം ഉറങ്ങുകയാണ്. അതേ കൊട്ടയിൽ കിടക്കുന്ന ജീവനില്ലാത്ത മീനതാ പടക്കാൻ തുടങ്ങുന്നു. കൊട്ടയിൽ എന്നത് പുറത്തേക്ക് ചാടിയിട്ട് അത് സമുദ്രത്തിലേക്ക് മൂളിയിട്ട് പോയി. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അത് പോയ വഴി എങ്ങനെയുണ്ട്? അത് സമുദ്രത്തിലൂടെ ചാടിപ്പോയ വഴി അതാക്കി തീർത്തു ഒരു തുരങ്കം പോലെ.
അവിടുത്തെ വെള്ളത്തിന്റെ ഒഴുക്ക് വാംസക്കല്ലാഹു അനിൽ ഹൂതി ജിറിയത്തൽ മായി ഫസാറ അലൈഹി മിസ്ല ത്വാഖ്, ഒരു മാളം പോലെ, ഒരു ചെറിയ ഒരു ഹോള് പോലെ അവിടെ അങ്ങോട്ട് രൂപാന്തരപ്പെടുക. അങ്ങനെ മീനാണ് ചാടിപ്പോയി. ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ കാണാം മൂസാ നായിമുൻ, ആ സമയത്ത് മൂസ നബി അലൈഹിസ്സലാം ഉറങ്ങുന്നേണ്. ഫഖാല ഫതാഹു, അപ്പൊ ഈ ഭൃത്യൻ സ്വന്തം മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു, ലാ ഊഖിലു, ഏതായാലും ഉണർത്തുന്നില്ല, ഉണരട്ടെ, ഉണരുമ്പോ പറഞ്ഞു കൊടുക്കാം. ഇപ്പൊ പറയണ്ട, ഇപ്പൊ വിളിച്ചു പറയേണ്ടത് മീൻ ചാടിപ്പോയി ഇപ്പൊ പറയണ്ട, ഉണരട്ടെ, സുഖമായി ഉറങ്ങിക്കോട്ടെ, ഉണരുമ്പോ പറയാന്ന് വിചാരിച്ചു. പക്ഷേ ഉണർന്നപ്പോ അത് പറയാനും മറന്നു, ഉണർന്നപ്പോ വിവരം പറയാനും മറന്നു. അങ്ങനെ മീൻ അതിന്റെ വഴിക്ക് പോയി. ഒരു കല്ലിൽ നമ്മളൊരു മാളം കൊത്തി ഉണ്ടാക്കിയത് പോലെ സമുദ്രത്തിലേക്കാണ് നോക്കിയത്. എന്നിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ അത് വഹല്ലഖ ബൈന ഇബ്ഹാമൈഹി വല്ലത്തി തലിയാനിഹിമ, ഇങ്ങനെ ഒരു പ്രത്യേക ഒരു അടയാളം സമുദ്രത്തിലാണ് രൂപാന്തരപ്പെട്ടു, അത് പോയ ഏരിയയിൽ, വഴിയിൽ. അങ്ങനെ ഫലമ്മസ്തൈഖള, ഉണർന്നപ്പോൾ മൂസ നബി അലൈഹിസ്സലാം ഉണർന്നു. നസിയ സാഹിബുഹു അൻ യുഖ്ബിറഹു ബിൽ ഹൂതി, മത്സ്യം ചാടിപ്പോയ വിവരം ഈ ഭൃത്യൻ പറയാൻ മറന്നുപോയി. അങ്ങനെ അവർ പിന്നെയും യാത്ര പോകുകയാണ്. ഫന്തലഖാ ബഖിയത യൗമിഹിമാ വലൈലതഹുമാ ഹത്താ ഇദാ കാന മിനൽ ഗദി, അന്നത്തെ രാത്രിയും പിന്നെയും തുടർച്ചയായി കുറെ അവര് പിന്നെയും ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചവരെ കണ്ടാളും ഇങ്ങനെ പൂവന് കുറെ പോയി, കുറെ ഇങ്ങനെ രാത്രി ബാക്കിയുള്ള യാത്രയൊക്കെ ഇങ്ങനെ നടത്തി അവരിങ്ങനെ പോയപ്പോ പിറ്റേന്നായപ്പോ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വല്ലാണ്ട് വിശക്കാൻ തുടങ്ങി. فلما جاوزا قال لفتاه آتنا غداءنا لقد لقينا من سفرنا هذا نصبا. فلما جاوزا, അവർ രണ്ടാളും ആ പ്രദേശം വിട്ട് കടന്നപ്പോൾ അള്ളാഹ് നിശ്ചയിച്ച ആ പ്രദേശത്തിരുന്നവർക്ക് ഓർമ്മ വരാതെ അവരവിടെയും വിട്ട് യാത്രയായി. കുറെ സമയം കഴിഞ്ഞപ്പോൾ മൂസ നബി അലൈഹിസ്സലാം തന്റെ കൂടെയുള്ള ഭൃത്യനോട് പറഞ്ഞു, ആതിനാ ഗദാഅനാ, നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരൂ, നമുക്കുള്ള പ്രാതൽ ഭക്ഷണം കൊണ്ടുവരൂ. ലഖദ് ലഖീനാ മിൻ സഫരിനാ ഹദാ നസബാ, ഈ യാത്രയിൽ വല്ലാത്ത ക്ഷീണം അനുഭവപ്പെട്ടുവല്ലോ, നമുക്ക് വല്ലാത്ത വിഷമമുണ്ടല്ലോ, വിശപ്പുണ്ടല്ലോ, അതുകൊണ്ട് ഭക്ഷണം എടുക്ക്, കൂടെ ഭക്ഷണം കരുതിയിട്ടുണ്ട്. യാത്ര പോകുമ്പോ അതിന്റെ ഒരുക്കങ്ങൾ വേണമല്ലോ, അതുകൊണ്ട് ഭക്ഷണം എടുക്കൂ, നമുക്ക് ഭക്ഷണം കഴിക്കാം. അങ്ങനെ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അപ്പോഴേക്ക് ഏരിയയൊക്കെ വിട്ടിട്ട് കുറെ ദൂരെ പോയിട്ടുണ്ട്. അടുത്തപ്പോഴാണ് വിശപ്പ് വരുന്നത്, ഭൃത്യനോട് ആവശ്യപ്പെടുന്നത്. അപ്പോ ഭൃത്യന്റെ മറുപടി എന്താ? قال أرأيت إذ أوينا إلى الصخرة فإني نسيت الحوت وما أنسانيه إلا الشيطان أن نذكره واتخذ سبيله في البحر عجبا. അദ്ദേഹം പറഞ്ഞു കൊടുത്തു, നിങ്ങൾ കണ്ടിട്ടില്ലല്ലേ, മനസ്സിലാക്കിയിട്ടില്ലല്ലേ, ഞാനത് പറയാനും മറന്നു. ഇത് അവൈനായില സഹറ, നമ്മളാ യാത്രക്കിടയിൽ ഒരു പാറക്കൂട്ടത്തിൽ നമ്മൾ വിശ്രമിക്കാൻ വേണ്ടി ഇരുന്നില്ലേ, അവിടെ വെച്ച് അത് ചാടിപ്പോയി. ഫൈനി നസീതുൽ ഹൂത, മത്സ്യത്തിന്റെ കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ മറന്നുപോയല്ലോ. വമാ അൻസാനിഹു ഇല്ലാ ശൈത്താനു അൻ നദ്കുറ, ഞാനത് നിങ്ങളെ ഓർമ്മിപ്പിക്കാനും നിങ്ങളോടത് പറയാനും ശൈത്താൻ അല്ലാതെ എന്നെ മറപ്പിച്ചു കളഞ്ഞിട്ടില്ല. ഗൗരവപ്പെട്ട മറക്കുമ്പോ വിശുദ്ധ ഖുർആൻ പലപ്പോഴും അത് പറയാറുണ്ട്. സാധാരണ ഒരു മറക്കുമ്പോ അൻസാനിഹു ഇല്ല ശൈത്താൻ എന്ന് പറയില്ല. ഗൗരവമുള്ളൊരു സംഗതിയല്ലത്. കാരണം അള്ളാഹ് പഠിപ്പിച്ചു കൊടുത്താണ്, മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തതാണ്, പ്രത്യേകം പറഞ്ഞു തരണം. അപ്പൊ പറഞ്ഞത് വേണമെന്ത്, മാ കല്ലഫ്ത കസീറ, വലിയ പ്രയാസമുള്ള കണിയൊന്നും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ, ഇത്രയല്ലേ വേണ്ടു എന്നൊക്കെ പറഞ്ഞതാണ്. എന്നിട്ടും വലിയ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു സംഗതിയാണ്, പക്ഷേ എന്നിട്ടും അത് പറഞ്ഞില്ലല്ലോ. അതേപോലെ വിശുദ്ധ ഖുർആനിൽ ഒരു സംഗതി ഇതേപോലെ തന്നെ പറയുന്നുണ്ട്, വമാ അൻസാനിഹു ഇല്ല ശൈത്താനു എന്നത് ഖുർആൻ. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പറഞ്ഞെടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ജയിലിൽ വെച്ച് പരിചയപ്പെട്ട സഹ തടവുകാരനായ ഒരാളോട് പറഞ്ഞിരുന്നു, പുറത്തിറങ്ങിയാൽ എന്നെ കുറിച്ച് പറയണം.
അദ്ദേഹം അത് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞതുമില്ല. കാലം കുറെ കഴിഞ്ഞിട്ട് പിന്നെ ഓർമ്മ വരുന്നത് രാജാവ് സ്വപ്നം കണ്ടപ്പോഴാണ്. സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അറിയുന്ന ആൾക്കാരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് ഓർമ്മ വരുന്നത്, ഞാൻ പണ്ട് താമസിച്ച് ജയിലിൽ ഒരു നല്ല മനുഷ്യനുണ്ടായിരുന്നല്ലോ, അദ്ദേഹത്തിന് ഇതൊക്കെ അറിയാലോ. അപ്പോഴാ ഓർക്കുന്നത്, അപ്പോഴാ വേഗം ചാടി ഓടിപ്പോയി ഇങ്ങാണ്ട് വ്യാഖ്യാനം ചോദിക്കുന്നത്. അപ്പൊ കണ്ടോ, ഗൗരവപ്പെട്ടൊരു സംഗതി മറക്കുമ്പോൾ അത് ശൈത്താൻ മറപ്പിച്ചു എന്ന് കൃത്യമായി തന്നെ പറയാണ്. ഇവിടെ അതന്നെയാണ്, ഞാൻ മറന്നുപോയി, ശൈത്താനല്ലാതെ എന്നെ മറപ്പിച്ചിട്ടില്ല, അത് ഓർമ്മപ്പെടുത്താതിരിക്കാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തേണ്ടതായിരുന്നു, എന്റെ ബാധ്യതയായിരുന്നു, പക്ഷേ മറന്നുപോയി, ശൈത്താൻ എന്നെ മറപ്പിച്ചു കളഞ്ഞു. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടോ? ദേഷ്യപ്പെട്ടില്ല. മറവി എല്ലാവർക്കും സംഭവിക്കൂലേ? മറവി ഇപ്പൊ സംഭവിക്കൂലേ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ സഹയാത്രികനോട് ദേഷ്യം പിടിച്ചില്ല. അവനെ കാണിച്ചു തരാം, അങ്ങനെ മറക്കല പറഞ്ഞല്ലേ, പ്രത്യേകം പറഞ്ഞല്ലേ, അപ്പൊ എന്നോട് പറഞ്ഞതുമല്ലേ, വലിയ കാര്യമായിട്ടൊക്കെ പറഞ്ഞില്ലേ, അതൊന്നൊരു വിഷയമുള്ള സംഗതി അല്ലല്ലോ, അതൊക്കെ നിസ്സാരല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എങ്ങനെയാ സംഗതി എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഇടി കൊടുക്കേ അല്ലെങ്കിൽ ദേഷ്യം പിടിക്കേ ഒന്നും ചെയ്തതായിട്ട് ഖുർആൻ പറയുന്നില്ല. അതൊരു മര്യാദ, അതിലൂടെ ഒരു അദബ് പഠിപ്പിച്ചു. മറവി സംഭവിക്കുമല്ലോ, അങ്ങനെയൊക്കെ മറന്നു എന്നൊരാൾ നമ്മളോട് ക്ഷമാപണം പറയുമ്പോ പിന്നെ അതിന്റെ പിന്നാലെ അങ്ങനെ കൂടരുത് വല്ലാതെ. മറന്നല്ലേ, അയാൾ പറഞ്ഞില്ലേ, ഏറ്റു പറഞ്ഞില്ലേ, മറന്നുപോയി, ശരി, എന്നാ അത് വിട്ടുകൊടുക്കണം, അത് പുറത്തു കൊടുക്കണം. ഇവിടെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒന്നും അദ്ദേഹത്തെ ആക്ഷേപിച്ചില്ല, ശകാരിച്ചില്ല. അദ്ദേഹം പറയാണ്, ഭൃത്യൻ പറഞ്ഞു കൊടുക്കാണ്, മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു കൊടുക്കാണ്, ആ മത്സ്യം അവിടുന്ന് ചാടിപ്പോയി, അതിലൊരു പുതുമയുണ്ട്, സമുദ്രത്തിലുള്ള ഒരു അത്ഭുതം ഉണ്ടാക്കിയിട്ടാ അത് പോയിക്കണത്, അത് പോയ പോക്ക് വെറുതെ അല്ല, ഒരു അത്ഭുതം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവർ തിരിഞ്ഞു നടക്കാൻ തീരുമാനിക്കും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ മറുപടി കേട്ടപ്പോ ഉടനെ പറയുകയാണ്, قال ذلك ما كنا نبغي فارتدا على آثارهما قصصا. قال അദ്ദേഹം പറഞ്ഞു, ذلك അതന്നെ വേണ്ടത്, മത്സ്യം ചാടിപ്പോയല്ലേ, മാ കുന്നാ നബ്ഗി നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്ന സംഗതി അതല്ലേ നമ്മുടെ സ്ഥലം, ശരി. ഉടൻ രണ്ടാളും തങ്ങളുടെ കാൽപ്പാടുകളെ നോക്കിക്കൊണ്ട് മടങ്ങി. അവര് നടന്ന വഴിക്കുണ്ടായ കാൽപ്പാടുകൾ തെറ്റാതെ തന്നെ വന്ന വഴിക്ക് അവർ രണ്ടാളും മടങ്ങുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു തരികയാണ്, അവർ രണ്ടാളും മടങ്ങി. അവര് നടന്ന് ഇങ്ങോട്ട് നടന്നു വന്ന കാലടിപ്പാടുകളെ പിന്തുടർന്നുകൊണ്ട് തന്നെ അവർ തിരിച്ചുപോയി. അവര് നേരത്തെ റെസ്റ്റ് എടുത്ത പാറമുകളിൽ എത്തി, അതിനരികിലെത്തി. അന്നേരമതാ അവിടെ ഒരാളുണ്ട്. فوجدا عبدا من عبادنا آتيناه رحمة من عندنا وعلمناه من لدنا علما. فوجدا عبدا من عبادنا അവർ രണ്ടാളും നമ്മുടെ ദാസന്മാരിൽപ്പെട്ട ഒരു ദാസനെ അവിടെ കണ്ടുമുട്ടി. അത് കണ്ടുമുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിശദീകരിക്കുകയാണ്. ഫൈദാ റജുലുൻ മുസജ്ജൻ സൗബൻ, വസ്ത്രം കൊണ്ട് ടോട്ടൽ മൂടി പുതച്ചിട്ട് ഒരാളിങ്ങനെ മലർന്നു കിടക്കുകയാണ്. മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ നമുക്ക് കാണാം, മുസ്തൽഖിയൻ എന്ന് പ്രത്യേകം കാണാം. മുസജ്ജൻ ബി സൗബിഹി, വസ്ത്രം കൊണ്ട് ആകെ മൂടി പുതച്ചിട്ടുണ്ട്. എത്രത്തോളം റസൂൽ വിവരിച്ചു തരാണ് അതിന്റെ രൂപം. ഖദ് ജഅല തറഫഹു തഹത റിജ്ലൈഹി വ തറഫഹു തഹത റഅസിഹി, ഒരു തല തലക്കടിയിൽ വെച്ചിട്ടുണ്ട്, ഒരു തല കാലിന്റെ അടിയിലുമാണ്. കംപ്ലീറ്റ് മൂടി പുതച്ച് കിടക്കുക. ഒരാളവിടെ കിടക്കുന്നുണ്ട്. ആ അടിമയെ പറ്റി അള്ളാഹു വിശേഷിപ്പിച്ചത് എന്താ? നമ്മുടെ അടിമകളിൽപ്പെട്ട ഒരടിമ. എന്താ അദ്ദേഹത്തിന്റെ പ്രത്യേകത? ആതൈനാഹു റഹ്മതൻ മിൻ ഇൻദിനാ, നമ്മുടെ പക്കൽ നിന്നുള്ള കാരുണ്യം നാം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. കുറെ റഹ്മത്ത് ചൊരിഞ്ഞു കൊടുത്ത ഒരു അടിമയാണ്. അള്ളാന്റെ കാരുണ്യം കിട്ടിയിട്ടുള്ള ഒരു അടിമയാണ് ആ കിടക്കുന്നത്. നമ്മുടെ പക്കൽ നിന്ന് അദ്ദേഹത്തിന് ചില പ്രത്യേകമായ ഇൽമുകൾ നാം പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ റഹ്മത്തും എന്റെ പ്രത്യേകമായ ചില ഇൽമും അദ്ദേഹത്തിന് ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു അടിമയെയാണ് അവർ രണ്ടാളും അവിടെ കണ്ടെത്തിയത്. അതാരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് പറഞ്ഞിരുന്നു, ഖളിർ അലൈഹിസ്സലാം. ഖിളിർ എന്നും വായനയുണ്ട്, ഖളിർ എന്നും വായനയുണ്ട്. ഖളിർ എന്നാണ് ഹദീസിലൊക്കെ അധികവും കാണുന്നത്.
ഖളിർ അലൈഹിസ്സലാം. ആ പരിശുദ്ധ ഖുർആൻ പേരെടുത്ത് പറഞ്ഞിട്ടില്ല, സൂചനയേ ഉള്ളൂ. എന്നാൽ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ യൂശ എന്ന പേര് പറഞ്ഞതുപോലെ ഹദീസിലൂടെ നമുക്ക് പേര് പറഞ്ഞ ഒരു പ്രവാചകനാണ് ആര്? ഖളിർ അലൈഹിസ്സലാം. അദ്ദേഹം നബിയാണോ അതോ ഒരു വലിയ മാത്രമാണോ എന്നൊക്കെ പണ്ഡിത ലോകത്ത് ചർച്ചയുണ്ടെങ്കിലും ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞത് ബൽ നബിയുൻ മുർസലുൻ, അദ്ദേഹം ഒരു നബി തന്നെയാണ്, സംശയമില്ല എന്നിടത്താണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുമുള്ളത്. അപ്പൊ ഖിദ്ർ അലൈഹിസ്സലാം എന്ന മഹാനായ വ്യക്തിത്വത്തെയാണ് അവിടെ കണ്ടുമുട്ടുന്നത്. കണ്ട ഉടനെ ഇസ്ലാമികമായ മര്യാദ എന്താ? ഫസല്ലമ അലൈഹി മൂസ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് സലാം പറഞ്ഞു. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം ഫറദ്ദ അലൈഹി, ബുഖാരിയിൽ തന്നെ കാണാം അദ്ദേഹം സലാം മടക്കി. സലാം മടക്കി ഫകശഫ അൻ വജ്ഹിഹി, മുഖത്തൻ എന്ന വസ്ത്രം നീക്കി. മുഖത്തൻ എന്ന വസ്ത്രം നീക്കി സലാം മടക്കിയിട്ട് വഖാല, ചോദിച്ചു, അത്ഭുതത്തോടെ ചോദിച്ചു, ഹൽ ബിയർളി മിൻ സലാം, എന്റെ ഈ നാട്ടിൽ ആരാ സലാം പറയാൻ? ഇവിടെ ആരും സലാം പറയുന്നവരില്ലല്ലോ. നിങ്ങൾ എവിടുത്തുകാരാ? നിങ്ങൾ ഈ നാട്ടുകാരാ? ഇവിടെ സലാം പറയും കേൾക്കാറില്ലല്ലോ. ഇതാരാ? നിങ്ങൾ എവിടുത്തുകാരാ? ഈ സലാം ആദ്യം കേൾക്കാനുള്ള എന്റെ ഈ പ്രദേശത്ത്. മന്നന്ത, താങ്കൾ ആരാ? ആരാ നിങ്ങൾ? ഖാല, അദ്ദേഹം പറഞ്ഞു, അന മൂസ, ഞാൻ മൂസയാണ്. ഖിദ്ർ അലൈഹിസ്സലാമിന്റെ ചോദ്യം, മൂസ ബനി ഇസ്രായീൽ, ബനി ഇസ്രായീലിലേക്ക് അയക്കപ്പെട്ട മൂസയാണോ? ഖാല നഅം, അതെ മൂസ, ആ മൂസ തന്നെയാണ് ഞാൻ. ഖാല ഫമാ ശഅനുക, എന്തേ വന്നത്? എന്താ കാര്യം? ഖാല, മൂസ നബി അലൈഹിസ്സലാം പറയാണ്, ജിഅ്തു, ഞാൻ വന്നിരിക്കുന്നത് ലിതുഅല്ലിമനി, നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരണം. മിമ്മാ ഉല്ലിംത റുഷ്ദ, അല്ലാഹുവിന്റെ പ്രത്യേകമായ അവൻ അനുഗ്രഹിച്ചു തരുന്ന ഇൽമുണ്ടല്ലോ, ആ ഇൽമിൽ നിന്ന്, നേർമാർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് പഠിപ്പിക്കപ്പെട്ടത് നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരണം. ഇൽമു തേടി വന്നതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, മഹാനായ ഖിദ്ർ അലൈഹിസ്സലാം ഗൈബ് അറിഞ്ഞില്ല. ആ പ്രവാചകന് വന്ന ആള് എവിടുത്തേരനാണ് എന്താണെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് മന്നൻ താല കളിയാക്കിയതല്ല. ഖിദ്ർ നബി അലൈഹിസ്സലാം ഒക്കെ നബിമാർക്കൊക്കെ അറിയാം. പിന്നെ ഓല് ചിലപ്പോ ചിലത് അറിയാമെന്ന് അടിക്കുന്നാണ് ചില മൂല്യന്മാര് പറയുന്നത്. ശുദ്ധ ബോഷ്കാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറിഞ്ഞിട്ട് ഖിദ്ർ നബി എന്താ കളിയാക്കുക? മന്നൻ തങ്ങളാരാണ് അറിയാനിട്ട് ചോദിച്ച, അറിയാനിട്ടാ ചോദിക്കുന്നത്. പ്രവാചകന്മാർക്ക് വരെ അദൃശ്യമായ കാര്യങ്ങൾ അള്ളാഹു അറിയിച്ചു കൊടുത്തത് അറിയും, അല്ലാത്തത് അവർക്കും അറിയൂല, അല്ലാത്തത് അവർക്കും അറിയൂല. അറിഞ്ഞ് മൂസാ അലൈഹിസ്സലാം എന്ന പ്രവാചകന്റെ കാര്യത്തിലും നമുക്ക് മനസ്സിലാക്കാലോ. ഈ സംഭവ ബഹുലമായ യാത്രക്കിടയിൽ പല കാര്യങ്ങളും മൂസ നബി അറിയുന്നില്ല, ഖിദ്ർ നബിക്ക് അറിയാം. അപ്പൊ മഹാനായ ഉലുൽ അസ്മുകളിൽ പ്രധാനിയായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും മറിഞ്ഞ കാര്യങ്ങൾ, അള്ളാഹുവിന്റെ വഹി കിട്ടാത്ത വിഷയത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും മറിഞ്ഞ കാര്യം എന്ത് ചെയ്യുന്നില്ല? അറിയാൻ കഴിയുന്നില്ല. ശരി, അത് വിഷയത്തിൽ സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. തുടരാം. അപ്പൊ മഹാനവറുകളോട് പറഞ്ഞു, قال له موسى هل أتبعك على أن تعلمني مما علمت رشدا. മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഹൽ അത്തബിഉക, ഞാൻ നിങ്ങളെ പിന്തുടരട്ടെയോ, ഞാൻ നിങ്ങളെ അനുഗമിക്കട്ടെയോ, ഞാൻ നിങ്ങളുടെ ഒപ്പം കൂടട്ടെയോ? അലം തുഅല്ലിമനി, താങ്കൾ എനിക്ക് പഠിപ്പിച്ചു തരണം എന്ന കരാറിൽ, മിമ്മാ ഉല്ലിംത റുഷ്ദാ, അല്ലാഹ് അവന്റെ നേർമാർഗത്തിൽ നിന്ന്, സന്മാർഗത്തിൽ നിന്ന് താങ്കൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ആ ഇൽമിൽ നിന്ന് എനിക്ക് പഠിപ്പിച്ചു തരുവാൻ ഞാൻ നിങ്ങളുടെ കൂടെ കൂടിക്കോട്ടെ. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം സാലിഹായ അടിമയോട് അഥവാ ഖിദ്ർ അലൈഹിസ്സലാമിനോട് അപേക്ഷിക്കുന്നു. ആ സമയത്ത് ഖിദ്ർ അലൈഹിസ്സലാം തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ബനീ ഇസ്രായേലിലേക്ക് അയക്കപ്പെട്ട മൂസയാണെന്ന് പറഞ്ഞല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് എന്തിനാ വരുന്നത്? അമാ യക്ഫീക അന്ന തൗറാത ബിയദൈക വഅന്നൽ വഹയ യഅതീക യാ മൂസാ. ഓ മൂസ, നിങ്ങൾ എന്തിന് എന്റെ അടുത്തേക്ക് വരുന്നു? അമാ യക്ഫീക, നിങ്ങൾക്ക് പോരെ, അന്ന തൗറാത ബിയദൈക, അല്ലാഹ് ഇറക്കി തന്ന തൗറാത്ത് എന്ന കിതാബ് നിങ്ങളുടെ ഇരു കൈകളിലും ഉണ്ടല്ലോ. വഅന്നൽ വഹയ യഅതീക, തൗറാത്തിന് പുറമെ ആവശ്യമുള്ള ഘട്ടത്തിലൊക്കെ നിങ്ങൾക്ക് അള്ളാന്റെ വഹയും വന്നുകൊണ്ടിരിക്കുന്നവർ
ഒരു നബിയല്ലയോ നിങ്ങൾ? ഓ മൂസ, വഹി വന്നുകൊണ്ടിരിക്കുകയും അതുപോലെ തന്നെ തൗറാത്ത് നൽകപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരാളല്ലേ നിങ്ങൾ? അതുപോരെ നിങ്ങൾക്ക്, അതുപോരെ. ഇവിടെ ഞാൻ സാന്ദർഭികമായിട്ട് ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്താം. വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്, വളരെ ഗൗരവമുള്ള ഒരു വിഷയം. ഇതൊക്കെ ഇപ്പൊ നിങ്ങൾ കേട്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവം പറയാൻ തുടങ്ങിയത് തന്നെ എങ്ങനെയാണ്? മൂസ റസൂലുള്ളാഹി ഖാമ ഖതീബൻ ബൈനൻ നാസി എന്നാണ്. ജനങ്ങൾക്കിടയിൽ മൂസാ നബി അലൈഹിസ്സലാം എന്ന പ്രവാചകൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റു. അങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പ്രസംഗത്തിന്റെ വിഷയം കഴിഞ്ഞപ്പോൾ ജനങ്ങൾ ചോദിച്ചപ്പോ ആ ജനങ്ങൾ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്ത് ഒരാൾ സംശയം ചോദിച്ചപ്പോ എന്താ വിളിച്ചത്? ഐ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേന്നാ വിളിച്ചത്, അല്ലേ? അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, റസൂലാ പ്രസംഗിച്ചത്, റസൂലേന്നാണ് ജനങ്ങൾ വിളിച്ചത്. ഇനി മാത്രല്ല, ഇതൊക്കെ കഴിഞ്ഞ് യാത്ര വന്നപ്പോ ഖിദർ അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടിയപ്പോ അള്ളാഹ് ചോദിച്ചു, ബനൂ ഇസ്രായേലിലേക്ക് അയക്കപ്പെട്ട മൂസയല്ലേന്ന്? മാത്രല്ല, നിങ്ങൾക്ക് തൗറാത്ത് കിട്ടിയിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് വഹയി വരുന്നുണ്ടല്ലോ എന്നൊക്കെ ആരിവിടെ പറയാണ്? ഖിദർ അലൈഹിസ്സലാം ചോദിക്കുകയാണ്, അള്ളാന്റെ റസൂലർ നമുക്ക് പറഞ്ഞു തരികയാണ്. എന്തിനാ ഞാനിത് പറഞ്ഞത്? നമ്മുടെ നാട്ടിൽ ചില ആളുകളുണ്ട്, അവർക്ക് ചില സ്ഥാപിത താല്പര്യങ്ങൾ നേടാൻ അവരെന്ത് കളവും പറയും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ നാട്ടിലുള്ള ഒരു വിഭാഗം ആളുകൾ വളരെ കൃത്യമായി മലയാളത്തിൽ എഴുതപ്പെട്ട ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ജുമാ ഒരു പഠനം എന്ന പുസ്തകത്തിൽ നമ്മുടെ നാട്ടിലുള്ള ഒരു മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ പേര് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയാം, നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ജുമാ ഒരു പഠനം എന്നൊരു പുസ്തകത്തിൽ അദ്ദേഹം കൃത്യമായിട്ട് എഴുതുകയാണ്. വെള്ളിയാഴ്ച ദിവസത്തെ അൽക്കഹഫിന്റെ കാര്യമൊക്കെ പ്രാധാന്യമൊക്കെ പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം ഇങ്ങനെ വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറയാണ് ആ പുസ്തകത്തിൽ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന ഈ മൂസ ഖിദർ അലൈഹിസ്സലാമുമായുള്ള യാത്രയിൽ പല മറഞ്ഞ കാര്യങ്ങളും അറിഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കും ചില ആളുകള്. നബിയായിട്ടും എന്തേ മൂസാ നബി പല കാര്യങ്ങളും അറിയാതെ പോയത്? ഇങ്ങനെ ചോദിച്ചു പഠിക്കല്ലേ ചെയ്തത്? നമ്മൾ വിശദീകരിക്കാനുണ്ടല്ലോ കുറെ കാര്യങ്ങൾ. എന്തിനാ കുട്ടിനെ കൊന്നത്, എന്തിനാ, അതൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് ഒരു നബിയായ മൂസ നബിക്ക് അത് അറിഞ്ഞില്ല എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. ഉത്തരം ഇതാണ്, അന്ന് മൂസ നബിയായിരുന്നില്ല, മജ്മഉൽ ബഹ്റൈനിൽ പഠിക്കുന്ന ഒരു മുതഅല്ലിമായിരുന്നു എന്ന അർത്ഥത്തിൽ. അന്ന് മൂസ ആരായിരുന്നില്ല? യാത്ര പോകുമ്പോ നബി ആയിരുന്നില്ല, മജ്മഉൽ ബഹ്റൈനിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു, അവിടെ പഠിക്കുന്ന കാലായിരുന്നു. മജ്മഉൽ ബഹ്റൈൻ കോളേജ്, അവിടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു എന്നാണ്. നബി ആയിരുന്നില്ല അന്നാണ് വളരെ കൃത്യമായിട്ട് എഴുതുക. എന്തിനു വേണ്ടി? നേരത്തെ ചെരുപ്പിനൊപ്പിച്ച് കാല് മുറിക്കാണ്. കാലിനൊപ്പിച്ച് ചെരുപ്പല്ലേ മുറിക്കേണ്ടത്? അള്ളയും അവന്റെ റസൂലും പഠിപ്പിച്ച ആശയങ്ങൾക്ക് ഒപ്പിച്ചല്ലേ നമ്മൾ തെളിവ് പരതേണ്ടത്? നമ്മളൊരാശയം ആദ്യം എഴുതി ഉണ്ടാക്കിയിട്ട് അതിന് വിരുദ്ധായിട്ട് ഖുർആനിലും ഹദീസിലും കണ്ട അത് ഒപ്പിക്കല, അത് കളവ് നടത്തല, അത് മുറിച്ചു മാറ്റല, അത് വിശ്വാസിക്ക് യോജിച്ചതാണോ? പാടുണ്ടോ? എന്താ ഇവിടെ നാട്ടിലുള്ള ഒരു വിഭാഗം ആളുകൾ ഇവരെന്താ ആദ്യം എഴുതി വെച്ച? ആദ്യം ഒരു നിയമം പറഞ്ഞു. എന്താ നിയമം? അമ്പിയാവുലിയാക്കന്മാർക്കൊക്കെ എല്ലാം അറിഞ്ഞ കാര്യം അറിയാം. ആദ്യം ഒരു നിയമം അവിടെ പാസാക്കി. നബിമാർക്കും ഔലിയാക്കൾക്കും ഒക്കെ മറഞ്ഞ കാര്യം അറിയാം. എന്തിന്? ഔലിയാക്കളിൽ പ്രധാനിയായിട്ട് പറയപ്പെടുന്ന മഹാനായ ശൈഖ് ജീലാനി അദ്ദേഹം പറഞ്ഞു, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽബകം എന്നോവർ, കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കാട്ടി പറഞ്ഞോവർ. ശൈഖ് ജീലാനിക്ക് എല്ലാം മറഞ്ഞ കാര്യം അറിയാനാണ്. ഇപ്പൊ ബഗ്ദാദിൽ, ഇറാഖിലെ ബഗ്ദാദിലെ ഖബറിൽ കിടന്നുകൊണ്ട് ശൈഖ് ജീലാനി ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും കാണുകയാണ്, കേൾക്കുകയാണ്. അദ്ദേഹത്തെ വിളിക്കുന്ന ശിഷ്യന്മാരുടെ ആളുകളെ മുഹീദ്ദീൻ ശൈഖ് അല്ലെങ്കിൽ ജീലാനി എന്നൊരാൾ വിളിക്കുകയാണെങ്കിൽ ആ വിളിക്കുന്നയാളുടെ ഹൃദയത്തിന്റെ ഉള്ളിലെ രഹസ്യം നമുക്കൊരു കുപ്പിയിലുള്ള ദ്രാവകം നമ്മുടെ നഗ്നമായ നേത്രങ്ങൾ കൊണ്ട് എപ്രകാരം കാണുമോ അപ്രകാരം നമ്മുടെ ഖൽബ് ജീലാനി കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും, നമ്മുടെ കണ്ണിൽ കാണാത്തതും കൽബിന്റെ അകത്തുള്ളതും കൊണ്ട് കണ്ട പോലെ മൂപ്പർക്ക് പറയാൻ സാധിക്കും. അത്രയും മറഞ്ഞ കാര്യങ്ങൾ അറിയാവുന്നയാളാണ്. മാത്രല്ല, അദ്ദേഹത്തിന്റെ പേരിൽ എഴുതി വിട്ടിട്ടുള്ള ചില കൃതികളിൽ അദ്ദേഹം അവകാശപ്പെടുന്നതായി പറയുന്നുണ്ട്. അദ്ദേഹം അങ്ങനെ പറയൂലട്ടോ, പറഞ്ഞിട്ടുമില്ല. കാരണം അദ്ദേഹം അത് പറയുന്ന ആളല്ല. പലരെ കുറിച്ചും ലോകത്ത് പല തെറ്റിദ്ധാരണകളും, ഈസാ നബിയെ കുറിച്ച് എന്തൊക്കെ തെറ്റിദ്ധാരണകൾ ക്രിസ്ത്യാനികൾ പറഞ്ഞു വരുത്തുന്നുണ്ട്, മറിയം ബീവിയെ കുറിച്ച് എന്തൊക്കെ തെറ്റിദ്ധാരണകൾ കന്യാമറിയം എന്ന പേരിൽ ആളുകൾ പറഞ്ഞു വരുത്തുന്നുണ്ട്. ശൈഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് പലരും പലതും പറഞ്ഞു വരുത്തിയിട്ടുണ്ട്. അവരതിൽ നിന്ന് മുക്തരാണ്. ശൈഖ് ജീലാനി ഇത്രത്തോളം പറഞ്ഞതാണ്, അള്ളാന്റെ അറിവ് മുഴുവൻ എനിക്കുണ്ട്, അള്ളാന്റെ അറിവൊക്കെ എനിക്കുണ്ട്, അതിന് അക്ഷരങ്ങൾ വരെ കൃത്യമായിട്ട് എനിക്കറിയാം.
സമുദ്രത്തിൽ എത്ര തിരമാലുണ്ട് എന്ന് എനിക്കറിയാം. ഇവിടെ ഈ പ്രപഞ്ചത്തിൽ എത്ര മണൽത്തരികൾ ഉണ്ട് എന്ന് എനിക്കറിയാം. ഇവിടെ എത്ര ചെടികളുണ്ട് എന്ന് എനിക്കറിയാം. ആരാ പറയണത്? ശൈഖ് ജീലാനി അവകാശപ്പെടുകയാണ്. ഒന്നും അദ്ദേഹം പറയൂല. പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കിതാബുകളിൽ അവർ ശിഷ്യന്മാര് പ്രചരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു തരീക്കത്ത്, ഒരു ജീലാനി തരീക്കത്ത്, ഖാദിരിയ തരീക്കത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് സമൂഹത്തിൽ അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ സഹോദരന്മാരെ, അങ്ങനെ പറഞ്ഞ് അവർക്കൊക്കെ ഈ മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നു വന്നപ്പോ വിശുദ്ധ ഖുർആനിലെ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാര് ചോദിക്കാൻ തുടങ്ങി, നിങ്ങൾ ഇതൊക്കെ വിശ്വസിക്കല്ലേ സഹോദരങ്ങളെ? അള്ളാഹു അവന്റെ പരിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തിയ മഹാന്മാരായ പ്രവാചകന്മാർക്ക് പോലും പല മറഞ്ഞ കാര്യങ്ങളും അറിയാൻ സാധിച്ചിട്ടില്ല. ഉദാഹരണം, മൂസ നബി അലൈഹിസ്സലാമിന്റെ ഈ യാത്രാവേളയിൽ ഉണ്ടായ പല അനുഭവങ്ങളിലും വിഷയം എന്താണെന്ന് അറിയാതെ കൂടെയുള്ള തന്റെ ഗുരുവിനോട് ചോദിച്ചറിയേണ്ട ആവശ്യമുണ്ടായില്ലേ എന്ന് തെളിവ് പറഞ്ഞപ്പോ കുടുങ്ങിയില്ലേ? അപ്പൊ ഞാൻ ആയത്ത് നിഷേധിക്കാനും ഖുർആൻ വെട്ടിക്കളയാനും പറ്റില്ലല്ലോ. അപ്പൊ നീ ഇതേ വഴിയുള്ളൂ. എന്താ? അന്ന് ഒരു നബി ആയിരുന്നില്ല, അന്ന് നബി ആയിരുന്നില്ല എന്ന് പറയാം. അതിനു വേണ്ടി ആ പുസ്തകത്തിൽ എഴുതി വെച്ചു, അന്ന് മൂസ ആരായിരുന്നില്ല? നബി ആയിരുന്നില്ല. മജ്മഉൽ ബഹ്റൈനിൽ പഠിക്കുന്ന കാലമായിരുന്നു. സുബ്ഹാനല്ലാഹ്, സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെയാണ് ഓരോ ദുർവ്യാഖ്യാനങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുന്നത്. അള്ളാഹു എല്ലാവർക്കും പ്രമാണങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സൽബുദ്ധി പ്രദാനം ചെയ്യുമാറാകട്ടെ. ഹിദായത്തിൽ അള്ളാഹു നമ്മെ ഉറപ്പിച്ച് നിർത്തുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾ നോക്കൂ, അള്ളാഹുവിന്റെ റസൂൽ ഇത്രത്തോളം പറഞ്ഞു തരാണ് നമുക്ക്. എന്ത്? മുസാ നബിയായിട്ട് മാത്രല്ല യാത്ര. മുസാ നബി അലൈഹിസ്സലാം നബിയായതിന്റെ ശേഷം മാത്രല്ല, തൗറാത്തും കിട്ടിയിട്ടാണ് ഈ യാത്ര. എന്നിട്ടാ പറയണ അന്ന് മൂസ നബിയായിരുന്നില്ല. എങ്ങനുണ്ട്? എത്ര ഗൗരവമാണ്. അതുകൊണ്ട് നിങ്ങൾ അത് പരിശോധിക്കണം, അന്വേഷിച്ചറിയണം. അങ്ങനെ ഉണ്ടോ? അത് വളരെ കൃത്യമായ തെറ്റല്ലേ? ഇങ്ങനെ 100 കൂട്ടം കാര്യങ്ങളുണ്ട് സുഹൃത്തുക്കളെ. സാന്ദർഭികമായിട്ട് ഈ വിഷയത്തോട് ബന്ധമുള്ളതായതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട മാന്യ ശ്രോതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്ന് മാത്രം. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കാണ്, അമാ യക്ഫീക അന്ന തൗറാത്ത ബിയദൈക വഅന്നൽ വഹയ യഅതീക യാ മൂസാ. മൂസാ, നിങ്ങൾക്ക് വഹയും വരുന്നുണ്ട്, തൗറാത്ത് പുറമേ തൗറാത്ത് നിങ്ങളുടെ കയ്യിലുണ്ട്, അത് പോരെ? മാത്രല്ല ആ അവസരത്തിൽ അദ്ദേഹം പറഞ്ഞു, അല്ല, എനിക്ക് ഇൽമുകൾ എനിക്ക് പഠിപ്പിച്ചു തരണം. അപ്പൊ അദ്ദേഹം പറയണം, ഇന്നക അലാ ഇൽമിൻ മിൻ ഇൽമില്ലാഹ് അല്ലമകഹുല്ലാഹ് ലാ അഅലമുഹു വഅനാ അലാ ഇൽമിൻ മിൻ ഇൽമില്ലാഹ് അല്ലമനീഹില്ലാഹ് ലാ തഅലമുഹു. അദ്ദേഹം പറയാണ്, മൂസാ, ഇന്നക അലാ ഇൽമിൻ മിൻ ഇൽമില്ലാഹ്, നിങ്ങൾക്ക് കുറേ ഇൽമ അല്ലാഹ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലമകഹുല്ലാഹ്, പക്ഷേ ലാ അഅലമു, അത് എനിക്കറിയില്ല. നിങ്ങൾക്ക് കുറെ ഇൽമ അല്ലാഹ് തന്നിട്ടുണ്ട്, അത് എനിക്കറിഞ്ഞൂടാ. എനിക്ക് അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് വേറെ കുറെ ഇൽമുകൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. അല്ലമനീഹില്ല, അല്ലാഹ് എനിക്ക് പഠിപ്പിച്ചു തന്നതാണ്. അത് ലാ തഅലമുഹു, അത് നിങ്ങൾക്കും അറിയില്ല. അപ്പൊ നമുക്ക് പരസ്പരം എന്ത് ചെയ്യാം? നാം മുന്നോട്ട് പോകാം. എന്നാ പിന്നെ നിങ്ങൾ ഇവിടെ കൂടിക്കോളി. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പിന്നെയും അപ്പൊ അവിടെ കൂടാനുള്ള താല്പര്യം അറിയിച്ചല്ലോ. അപ്പൊ ഒരു കണ്ടീഷൻ വെക്കുകയാണ്, ഒരു ഉപാധി പറയുക. എന്റെ കൂടെ നിൽക്കാൻ നിങ്ങൾക്ക് കഴിയുമോന്ന് എനിക്കറിയില്ല. ഖദർ അലൈഹിസ്സലാം പറയാം, قال إنك لن تستطيع معي صبرا وكيف تصبر على ما لم تحط به خبرا. ഖദർ അലൈഹിസ്സലാം പറഞ്ഞു മൂസ നബിയോട്, ഇന്നക, നിശ്ചയമായും താങ്കൾ, ലൻ തസ്തതിയ, നിങ്ങൾക്ക് കഴിയില്ല, മഅയ സബ്റാ, എന്റെ കൂടെ സഹിച്ച് ക്ഷമിച്ച് കഴിഞ്ഞുകൂടാൻ നിങ്ങൾക്ക് കഴിയൂല. കാരണം എന്താ പറഞ്ഞത്? വകൈഫ തസ്ബിറു അലാ മാ ലം തുഹിത് ബിഹി ഖുബ്റാ, താങ്കൾക്ക് സൂക്ഷ്മജ്ഞാനം മുഴുമിപ്പിച്ച് കിട്ടിയിട്ടില്ലാത്ത ഒരു കാര്യത്തെപ്പറ്റി താങ്കൾ എങ്ങനെ സഹിക്കാനാ? പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാത്ത സംഗതികളാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത്. അതിന്റെ രഹസ്യമൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അവങ്ങൾക്ക് അത് സഹിക്കൂല. അവങ്ങൾ എന്നോട് ഇങ്ങനെ ചോദിക്കും, അപ്പൊ പ്രയാസമായി. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിൽക്കാൻ നിങ്ങൾക്ക് നടക്കും തോന്നില്ല. എനിക്ക് വിരോധമൊന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ സഹിച്ച് നിൽക്കാൻ പറ്റുമോ? കാര്യം ആദ്യം പറഞ്ഞു കൊടുക്കുകയാണ്. പറ്റുമോ? നിങ്ങൾക്ക് അങ്ങനെ പറ്റുമോ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാരണം കിട്ടിയ ഉസ്താദന്മാരിൽ നിന്നും ക്ലാസ്സിൽ നിന്നൊക്കെ ഒഴിവായി പോകാൻ നിൽക്കുന്നവരുണ്ടാവും. അന്ന് തിരക്കില്ല, ശരിയാട്ടോ, അങ്ങനെ പ്രയാസം ഉണ്ടല്ലോ, ഞാൻ പോവാ. ഇത് വാട്സപ്പിൽ കിട്ടിട്ടോ ഈ ക്ലാസ് കയറാം, എന്നാ പിന്നെ അവിടുന്ന് കേൾക്കല്ല, ഞാൻ പോവാ. അങ്ങനെ ഉണ്ടല്ലോ കുറെ ആൾക്കാർ. അങ്ങനെ
എന്താ ഈ ക്ലാസ് ഒരു വാട്സപ്പിൽ കൂടെ ശൈത്താൻ പറഞ്ഞതാണ്, ഇൽമ് തടയാൻ വേണ്ടി ശൈത്താൻ ആധുനിക യുഗത്തിൽ കണ്ടുപിടിച്ചൊരു സംവിധാനം അതാണ്. എന്താ പറയുക, ക്ലാസിന്റെ മജ്‌ലിസിലേക്ക് പുറപ്പെടാൻ നേരത്തെ ശൈത്താൻ പറയും, ചെങ്ങായി എവിടെ ഇരുന്ന് ടിവിയോ പത്രമോ ഒക്കെ വായിച്ചോ, വേറെ വല്ല കാര്യങ്ങളും കണ്ടോ, അതൊക്കെ വാട്സപ്പിൽ ഇപ്പൊ വരും. ശരി, വാട്സപ്പ് വന്നാലോ ഒന്നിങ്ങനെ തുറന്നു നോക്കി ഹംദു സലാത്തു ഒക്കെ ഇട്ട് ഞാൻ അവിടെ വെച്ചു. അപ്പോൾ വേറെന്തോ ഒരു പോകണമെന്ന് ശൈത്താനെ മറപ്പിച്ചു. ശൈത്താൻ മറപ്പിക്കും, കേൾക്കൂല. 5 മിനിറ്റ് എല്ലാ ദിവസവും ഒരു നേർവഴി വരുന്നുണ്ട്, അതുവരെ കേൾക്കാൻ നമുക്ക് സമയമില്ല, എന്നിട്ടല്ല ഒരു മണിക്കൂർ. അപ്പൊ എന്താ അങ്ങനെ സംവിധാനം എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കും. ഒരു കാരണം കണ്ടെത്താൻ വന്ന ആളല്ല മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബി പഠിക്കണച്ചിട്ട് വന്നതാ. മൂസാ നബിക്ക് ഇൽമ് തേടി പഠിക്കണച്ചിട്ട് വന്നതാ. ഉടനെ അദ്ദേഹം പറയണേ, ആ കാരണത്തമ്മ പിടിക്കുന്നില്ല. ഖാല സതജിദുനി ഇൻഷാ അല്ലാഹ് സാബിറൻ അലാ അഅസീ ലക അംറാ. അദ്ദേഹം പറഞ്ഞു, സതജിദുനി, നിങ്ങൾക്ക് എന്നെ കാണാം ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അത് എന്ത് പറയുമ്പോഴും വേണം ഇൻഷാ അല്ലാഹ് പറയണം, അത് മറക്കാൻ പാടില്ല. നിങ്ങൾക്ക് എന്നെ കണ്ടെത്താം ഭാവിയിൽ ഇൻഷാ അല്ലാഹ്, അല്ലാഹ് ഉദ്ദേശിക്കുകയാണെങ്കിൽ സാബിറൻ, ക്ഷമാലുവായി എന്നെ കണ്ടെത്താം, വലാ അഅസീ ലക അംറാ, ഞാൻ താങ്കളോട് ഒരു കാര്യത്തിനും എതിരു പറയുകയില്ല, ഞാൻ നിങ്ങളെ അനുസരണക്കേട് കാണിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോ മഹാനായ ഖദർ അലൈഹിസ്സലാം പറയുന്നതും പിന്നീട് തുടർന്നു കൊണ്ടുണ്ടാകുന്ന സംഭവങ്ങളുമാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ അടുത്ത അവസരത്തിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിൽ നമുക്ക് പകർന്നു തരുന്ന ഗുണപാഠങ്ങളെ ശ്രദ്ധിക്കുന്നവരും അതിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുന്നവരുമായ സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.